ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു അപർണാസ് വേൾഡ്. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മളെല്ലാവരും കൂടി കഴിഞ്ഞ ദിവസം തിരുപ്പതി വെങ്കടേശ്വര ഭഗവാന്റെ ദർശനത്തിനായിട്ട് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ പങ്കുവയ്ക്കുന്നത്. കഴിഞ്ഞ വർഷം നമ്മളിതുപോലെ യാത്ര പോയിരുന്നു. അപ്പോൾ അന്നത്തെ വിശേഷങ്ങളൊക്കെ പങ്കുവെച്ചത് എല്ലാവർക്കും ഒത്തിരി ഇഷ്ടപ്പെടുകയും കുറേ പേർക്ക് ഉപകാരപ്രദമാവുകയൊക്കെ ചെയ്തു എന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ അതിലൊരുപാട് സന്തോഷം തോന്നി. അപ്പോൾ പുതിയൊരു യാത്രയുടെ വിശേഷങ്ങൾ നമുക്ക് ഈ വീഡിയോയിലൂടെ കാണാം. അപ്പോൾ ഇതിൽ നമ്മൾ തിരുപ്പതി വെങ്കടേശ്വര ഭഗവാന്റെ ദർശനത്തിനും അതുപോലെ മോൻ്റെ മുടി കളയാനും ഒക്കെ ആയിട്ടാണ് പോയത്. അപ്പോൾ ആ യാത്ര തുടക്കം മുതൽ അവസാനം വരെയുള്ള കാര്യങ്ങൾ വീഡിയോയിലൂടെ പങ്കുവയ്ക്കുന്നുണ്ട്. കൂടാതെ നമ്മൾ ടിക്കറ്റ് ബുക്ക് ചെയ്തിട്ടല്ല ഇത്തവണ പോയത്. തിരുപ്പതി ദേവസ്ഥത്തിൻ്റെ സൈറ്റിൽ നിന്ന് 3 മാസം മുമ്പ് ടിക്കറ്റ് ബുക്ക് ചെയ്തിട്ട് പോകുന്നവർക്ക് ദർശനമൊക്കെ കുറച്ചും കൂടെ എളുപ്പമായിരിക്കും. പക്ഷേ എല്ലാവർക്കും അത് പറ്റണമെന്നില്ല. കാരണം യാത്രയൊക്കെ ചിലപ്പോൾ പെട്ടെന്ന് തീരുമാനിക്കുന്നതായിരിക്കും. ബുക്ക് ചെയ്യാതെ പോകുമ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്, അവിടെ നിന്ന് എങ്ങനെയാണ് നമുക്ക് ടിക്കറ്റ് കിട്ടുക, അതുപോലെ തിരുപ്പതി ക്ഷേത്ര ദർശനത്തിന് മുമ്പ് ദർശിക്കേണ്ട കുറച്ച് ക്ഷേത്രങ്ങളുടെ വിശേഷങ്ങളും അതുപോലെ അവിടുത്തെ ദർശനത്തിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളും അങ്ങനെ എല്ലാ കാര്യങ്ങളും ഈ വീഡിയോയിലൂടെ പങ്കുവയ്ക്കുന്നുണ്ട്. അപ്പോൾ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ യാത്ര തുടങ്ങിയത് തൃശ്ശൂരിൽ നിന്നാണ് കേട്ടോ. അപ്പോൾ തൃശ്ശൂർ റെയിൽവേ സ്റ്റേഷനാണിത്. തൃശ്ശൂർ റെയിൽവേ സ്റ്റേഷനിൽ നമ്മൾ ധർത്തി ആബ എക്സ്പ്രസ് എന്ന് പറഞ്ഞ ട്രെയിനിലാണ് യാത്ര തുടങ്ങിയത്. ട്രെയിൻ രാത്രി 12:30-ക്കാണ് കേട്ടോ തൃശ്ശൂരിൽ നിന്നും പുറപ്പെടുന്നത്. അപ്പോൾ കഴിഞ്ഞ തവണ നമ്മൾ യാത്ര പോയത് പകലായിരുന്നു കേട്ടോ. ഇത്തവണ രാത്രിയുള്ള ഈ ട്രെയിനാണ് ടിക്കറ്റ് കിട്ടിയത്. അപ്പോൾ ഈ ട്രെയിൻ നാളെ രാവിലെ 11:10 ആകുമ്പോഴത്തേക്കും തിരുപ്പതിയിൽ റെനിഗുണ്ട എന്ന് പറഞ്ഞ സ്റ്റേഷനിലെത്തും. പ്രോപ്പർ തിരുപ്പതിയിലും റെയിൽവേ സ്റ്റേഷനുണ്ട്, പിന്നെ ഇത് റെനിഗുണ്ട എന്ന് പറഞ്ഞ സ്റ്റേഷനിലാണ്. അത് തിരുപ്പതിയുടെ തന്നെ ഒരു അനക്സ് സ്റ്റേഷനായിട്ടാണ് പ്രവർത്തിക്കുന്നത്. തിരുപ്പതിയിൽ നിന്ന് ഒരു 7 കിലോമീറ്റർ അകലെയായിട്ടാണ് റെനിഗുണ്ട സ്റ്റേഷൻ. അങ്ങനെ ഞങ്ങളുടെ ട്രെയിൻ വന്നു. അപ്പോൾ ഇനി എല്ലാവരും ട്രെയിനിൽ കയറാനുള്ള തയ്യാറെടുപ്പിലാണ്. പിന്നെ രാത്രി ആയതുകൊണ്ട് തന്നെ കയറിയ പാടി കിടക്കാനുള്ള സെറ്റപ്പിലായിരിക്കും. ഞങ്ങൾ പിന്നെ പ്രോപ്പർ തിരുപ്പതി സ്റ്റേഷനിലേക്ക് കുറേ ട്രെയിനുകൾ നോക്കിയിരുന്നു കേട്ടോ. പക്ഷേ എല്ലാം തന്നെ ഫുള്ളായിരുന്നു. വെയിറ്റ് ലിസ്റ്റിൽ തന്നെ ഒരുപാടായിരുന്നു. ഞങ്ങൾ തന്നെ ഈ ട്രെയിൻ തന്നെ 1 മാസം മുമ്പാണ് ബുക്ക് ചെയ്തത്. അപ്പോൾ റെനിഗുണ്ട സ്റ്റേഷനിലേക്കുള്ള ഈ ട്രെയിനിൽ മാത്രമേ സീറ്റ് ഉണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ടാണ് ഈ ട്രെയിൻ ബുക്ക് ചെയ്തത്. ഇപ്പോൾ ഏതായാലും കുഴപ്പമില്ല, ഇതിലും ഒരുപാട് തിരുപ്പതിയിലേക്കുള്ള സന്ദർശകർ പോകുന്ന ട്രെയിൻ തന്നെയാണ്. പിന്നെ റെനിഗുണ്ടയിൽ നിന്ന് തിരുപ്പതിയിലേക്ക് ഒരു 7 കിലോമീറ്ററാണ്. അപ്പോൾ അവിടേക്ക് നമുക്ക് ബസ് അല്ലെങ്കിൽ ടാക്സി സർവീസുകളൊക്കെ ഉണ്ട്. റെയിൽവേ സ്റ്റേഷന് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ തന്നെ ടാക്സിയെ കിട്ടും കേട്ടോ. അപ്പോൾ ഞങ്ങളിതാ ട്രെയിൻ യാത്ര എന്തായാലും തുടങ്ങി. ഞങ്ങൾ 3rd AC എക്കണോമി കമ്പാർട്ട്മെൻറ്റിലാണ് കേട്ടോ സീറ്റ് ബുക്ക് ചെയ്തത്. നല്ല സുഖകരമായ യാത്ര തന്നെയായിരുന്നു. പിന്നെ ഇപ്പോൾ മണ്ഡലകാലം ആയതുകൊണ്ട് അയ്യപ്പ ദർശനം കഴിഞ്ഞ് പോകുന്ന ഒരുപാട് സ്വാമിമാരൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ ട്രെയിനിൽ. പിന്നെ 3rd AC കമ്പാർട്ട്മെൻറ്റ് ഇതൊരു പുതിയ കമ്പാർട്ട്മെൻറ്റാണ്. മുമ്പ് 3rd ACയിൽ കയറുന്ന പോലെ അല്ലാട്ടോ, ഒരുപാട് മാറ്റങ്ങളൊക്കെ വന്നു കണ്ടില്ലേ. പുതിയ ലൈറ്റുകൾ അതുപോലെ കർട്ടനുകൾ അങ്ങനെ പുതിയ കുറേ സെറ്റപ്പുകളൊക്കെ വന്നിട്ടുണ്ട് ട്രെയിനിൽ. നല്ല വൃത്തിയുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ യാത്രയൊക്കെ എന്തായാലും നല്ല സുഖമായിരുന്നു. നമ്മൾ പിന്നെ ട്രെയിനിൽ കയറുന്നത് രാത്രി ആയതുകൊണ്ട് അന്നേരം കയറിയ പാടി തന്നെ എല്ലാവരും തന്നെ ഉറക്കമായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ആ സമയത്തൊന്നും അധികം വീഡിയോസൊന്നും എടുക്കാൻ പറ്റിയിട്ടില്ല, കാരണം പുറത്ത് ഇരുട്ടുവാണല്ലോ. പിന്നെ നമ്മൾ നേരെല്ലാം പുലർന്ന് പുറത്തേക്കൊക്കെ നോക്കിയപ്പോഴേക്കും കണ്ട കാഴ്ചകളാണ് ഇതൊക്കെ. നല്ല ഭംഗിയുള്ള സ്ഥലങ്ങളൊക്കെ ആയിരുന്നു. എനിക്ക് തോന്നുന്നു തമിഴ്നാട് കഴിഞ്ഞ് ആന്ധ്രയിലൊക്കെ കയറിയിട്ടുണ്ട്. ആ ഒരു സമയത്തുള്ള പുറത്തെ കാഴ്ചകളൊക്കെയാണ്. പിന്നെ കുട്ടികളൊക്കെ നല്ലോണം എൻജോയ് ചെയ്യുന്നുണ്ടായിരുന്നു ട്രെയിൻ യാത്ര. അപ്പോൾ നീലുകൂട്ടൻ്റെയൊക്കെ കുറേ വീഡിയോസൊക്കെ എടുത്തു വെച്ചു. ഇനി മുടിയൊക്കെ പഠിക്കാൻ പോവുകയാണല്ലോ. അപ്പോൾ അവനാണ് നല്ലോണം മുടിയൊക്കെ വളർന്നിട്ടും ഉണ്ടായിരുന്നു. പിന്നെ നമ്മൾ ജസ്റ്റ് എഴുന്നേറ്റ സമയത്ത് തന്നെ ദോശയും ചട്നിയൊക്കെ ആയിട്ട് ഏതോ സ്റ്റേഷനിൽ നിന്ന് ആളുകൾ കയറിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർ പറഞ്ഞത് ഇപ്പോൾ തമിഴ്നാട് വിടാൻ പോവാണ്, അപ്പോൾ ഇവിടെ നിന്ന് വാങ്ങിക്കുന്ന ദോശ ചട്നിക്ക് നല്ലതാണെന്ന് പറഞ്ഞ് നമ്മൾ അവിടെ നിന്ന് വാങ്ങിച്ചു. നല്ല ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. അപ്പോൾ പിന്നെ അധിക സ്റ്റേഷനുകളൊന്നും ഈ വണ്ടി നിർത്തുന്നുണ്ടായിരുന്നില്ല. അതിനുശേഷം ഉടനെ തന്നെ എനിക്കൊന്ന് ഇപ്പോൾ ആന്ധ്രയായിട്ടുണ്ടാവും. പിന്നെ കുട്ടികൾക്ക് കഴിക്കാനായിട്ട് നമ്മൾ ബ്രെഡും ജാമും അങ്ങനെയൊക്കെ എടുത്തിരുന്നു. ട്രെയിനിൽ നിന്നുള്ള ഫുഡൊന്നും അധികം കൊടുത്തിട്ടില്ല, കാരണം ഇനിയിപ്പോൾ 2-3 ദിവസം നീളുന്ന യാത്രയാണല്ലോ. അപ്പോൾ തിരുപ്പതി ദർശനത്തിന് പോകുന്നവർ ഇതുപോലെ ട്രെയിനിലാണ് പോകാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ മിനിമം 1 മാസം മുമ്പെങ്കിലും ട്രെയിനൊക്കെ ബുക്ക് ചെയ്യാൻ നോക്കണം. കാരണം ട്രെയിനൊക്കെ പെട്ടെന്ന് തന്നെ ഫുള്ളായി പോകുന്നുണ്ട്. പിന്നെ ഇപ്പോൾ 300 രൂപയുടെ സ്പെഷ്യൽ എൻട്രി ദർശനം ടിക്കറ്റ് എടുത്തിട്ട് പോയവരാണെങ്കിൽ അവർക്ക് ഏകദേശം ഒരു കൃത്യമായ കണക്കൂട്ടലുണ്ടായിരിക്കും ഇന്ന ദിവസം തന്നെ തിരിച്ചു വരാമെന്ന്. ഇപ്പോൾ അല്ലാണ്ട് ഇപ്പോൾ ഫ്രീ ടിക്കറ്റിൽ ഇപ്പോൾ ടിക്കറ്റ് എടുക്കാണ്ട് അവിടെ പോയിട്ട് ദർശനം നടത്തുന്നവരാണെങ്കിൽ ചിലപ്പോൾ നല്ല തിരക്കൊക്കെ ഉള്ള ദിവസമാണെങ്കിൽ ഒരു ദിവസം കൂടി എക്സ്ട്രാ കണക്കൂട്ടിയിട്ട് വേണം തിരിച്ചുള്ള ടിക്കറ്റ് ബുക്ക് ചെയ്യാനായിട്ട്. കാരണം ചിലപ്പോൾ നമുക്ക് അന്ന് തന്നെ ദർശനം കിട്ടില്ല, പിറ്റേന്നായിരിക്കും. അപ്പോൾ അതൊക്കെ കണക്കൂട്ടി വേണം ടിക്കറ്റ് ബുക്ക് ചെയ്യാനായിട്ട്. അപ്പോൾ ഞങ്ങളെ യാത്ര എന്ന് വെച്ചാൽ ഞങ്ങളിപ്പോൾ തിരുപ്പതിയിൽ പോയിട്ട് അതിനുശേഷം തിരുപ്പതി ദർശനത്തിന് ശേഷം തിരുപ്പതിയിൽ നിന്ന് 40 കിലോമീറ്റർ അകലെ കാളഹസ്തി എന്നൊരു ക്ഷേത്രമുണ്ട്, ശ്രീ കാളഹസ്തി ക്ഷേത്രം. അപ്പോൾ അവിടെയും കൂടി ദർശനം നടത്താൻ ഉദ്ദേശിക്കുന്നുണ്ട്. അപ്പോൾ തിരുപ്പതിയിൽ നിന്ന് അങ്ങോട്ടേക്ക് ടാക്സിയിലാണ് പോകാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ കാളഹസ്തി ക്ഷേത്രത്തിലെ ദർശനം കൂടി കഴിഞ്ഞിട്ട് പിന്നെ ഒന്നെങ്കിൽ തിരുപ്പതിയിലേക്ക് തന്നെ തിരിച്ചു വന്നിട്ട് റെനിഗുണ്ട സ്റ്റേഷനിൽ തന്നെ നാട്ടിലേക്ക് ട്രെയിൻ നോക്കണം. അല്ലെങ്കിൽ കാളഹസ്തിയിൽ നിന്നൊരു 2.5 മണിക്കൂർ യാത്ര ചെയ്താൽ ചെന്നൈയിലെത്തും. അപ്പോൾ ചെന്നൈയിൽ നിന്ന് തിരിച്ചു വരാം ഒന്നെങ്കിൽ. അപ്പോൾ ഞങ്ങൾ റെനിഗുണ്ട സ്റ്റേഷൻ നോക്കിയപ്പം ട്രെയിനൊന്നും അങ്ങനെ ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് ഞങ്ങൾ കാളഹസ്തിയിൽ നിന്ന് ചെന്നൈയിൽ പോയിട്ട് ചെന്നൈയിൽ നിന്നാണ് നാട്ടിലേക്ക് തിരിച്ച് ട്രെയിൻ ബുക്ക് ചെയ്തത്. അപ്പോൾ എന്തായാലും ആദ്യം തിരുപ്പതി ദർശനം നടത്തണം.
തിരുപ്പതി വെങ്കടേശ്വര ഭഗവാനെ ദർശിക്കുക എന്നത് ഹിന്ദു മതത്തിൽപ്പെട്ട ഏതൊരാളും ജീവിതത്തിൽ ഒരിക്കലെങ്കിലും ആഗ്രഹിക്കുന്ന ഒരു കാര്യം തന്നെയാണ്. ഇത് കണ്ടില്ലേ, ഇപ്പോൾ പോകുന്ന വഴിക്ക് ഡബിൾ ഡെക്കർ ട്രെയിൻ പോകുന്നുണ്ടാണ് കേട്ടോ. അതൊരു കൗതുകമായിപ്പോയി. നമ്മുടെ നാട്ടിൽ ഇങ്ങനെ ട്രെയിനിലൊക്കെ യാത്ര ചെയ്യുമ്പോൾ ആദ്യമായിട്ടാണ് കേട്ടോ ഒരു ഡബിൾ ഡെക്കർ ട്രെയിൻ കാണുന്നത്. അപ്പോൾ അതിൻ്റെ കൗതുകത്തിൽ വീഡിയോ ഒക്കെ എടുത്താണ്. തിരുപ്പതി ക്ഷേത്രത്തിൻ്റെ ഐതിഹ്യം അനുസരിച്ചിട്ട് ഭഗവാൻ മഹാവിഷ്ണു ശ്രീനിവാസൻ എന്ന മാനവരൂപം സ്വീകരിച്ച് ഭൂമിയിൽ അവതരിക്കുകയുണ്ടായത്. ആ സമയത്ത് ദരിദ്രനായ ശ്രീനിവാസനും ലക്ഷ്മി ദേവിയുടെ രംശമായ പത്മാവതിയും തമ്മിൽ വിവാഹത്തിന് പണം മുടക്കാൻ പണമില്ലാത്ത കാരണം കുബേരനിൽ നിന്നും ഭഗവാൻ പണം കടം വാങ്ങിയുണ്ടായി. അപ്പോൾ ഭഗവാൻ കുബേരൻ അങ്ങനെ കടക്കാരനായി. അപ്പോൾ ഭഗവാന്റെ കടം വീട്ടാനായിട്ടാണ് ഭക്തർ തിരുമലയിലെ ഹുണ്ടിയിൽ കാണിക്ക അർപ്പിക്കുന്നതാണ് വിശ്വാസം. അങ്ങനെ കാണിക്ക അർപ്പിക്കുന്ന ഭക്തർക്ക് എല്ലാവിധ ഐശ്വര്യങ്ങളും കൊടുക്കുമെന്ന് ലക്ഷ്മി ദേവി വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇനി റെയിനിഗുണ്ടയിൽ ഇറങ്ങിയിട്ട് തിരുപ്പതിയിലേക്ക് ടാക്സിയിൽ പോകാനാണ് ഉദ്ദേശിക്കുന്നത്. 7 കിലോമീറ്ററാണ് ദൂരമുള്ളത്. അപ്പോൾ തിരുപ്പതിയിലാണ് ഞങ്ങൾ റൂം ബുക്ക് ചെയ്തിട്ടുള്ളത്. booking.com എന്ന് പറഞ്ഞൊരു സൈറ്റ് ഉപയോഗിച്ചിട്ടാണ് ബുക്ക് ചെയ്തത്. അപ്പോൾ ഞങ്ങൾ 10 പേരുള്ളതുകൊണ്ടും പിന്നെ എല്ലാവരും ഒരു ഫാമിലി മെമ്പേഴ്സ് തന്നെ ആയതുകൊണ്ട് ഞങ്ങളൊരു 3 BHK ഒരു അപ്പാർട്ട്മെൻറ്റാണ് ബുക്ക് ചെയ്തത്. ഫ്ലാറ്റ് പോലെയാണത്. അപ്പോൾ അവിടെ ആകുമ്പോൾ കിച്ചൺ സൗകര്യങ്ങളും എല്ലാം ഉണ്ട്. അപ്പോൾ എല്ലാവർക്കും ഒരുമിച്ച് നിൽക്കുകയും ചെയ്യാം. സെപ്പറേറ്റ് ഹോട്ടൽ റൂമുകളായിട്ടല്ല ബുക്ക് ചെയ്തത്. അപ്പോൾ ഈ booking.com സൈറ്റ് ഉപയോഗിച്ച് ബുക്ക് ചെയ്യുമ്പോൾ നമുക്ക് അഡ്വാൻസ് പേയ്മെൻ്റ് ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. പിന്നെ അപ്പോൾ അവരുടെ തന്നെ ഫോൺ നമ്പർ അവർ തരും. അപ്പോൾ അത് ഉപയോഗിച്ച് നമുക്ക് വേണമെങ്കിൽ പിന്നെ ഹോട്ടലിലേക്ക് വിളിച്ച് ചോദിച്ചിട്ട് നമ്മുടെ ബുക്കിംഗ് ഒക്കെ കൺഫേംഡ് അല്ലേ എന്നൊക്കെ നമുക്ക് അന്വേഷിക്കാം. അപ്പോൾ എല്ലാം ഓക്കെ ആയിരുന്നു. ഞങ്ങൾ ഇതിന് മുമ്പ് പോയപ്പോഴും അങ്ങനെ തന്നെയായിരുന്നു കേട്ടോ ചെയ്തത്. പിന്നെ ഇതിലിങ്ങനെ ബുക്ക് ചെയ്യുമ്പോൾ നമ്മൾ നേരിട്ട് എടുക്കുന്നതിനേക്കാളൊക്കെ നല്ല റേറ്റും കുറവുണ്ട് കേട്ടോ. പിന്നെ ഇത് പ്രോപ്പർ തിരുപ്പതി ടൗണിൽ നിന്ന് 2 കിലോമീറ്റർ അകലെയാണ് കേട്ടോ. ടൗണിൽ തന്നെ നോക്കുമ്പം ഇങ്ങനത്തെ അപ്പാർട്ട്മെൻറ്റ്സ് ഒന്നും കിട്ടില്ല. അധികം ഹോട്ടൽസ് ഉണ്ടാവുള്ളൂ. അത് തന്നെ കുറച്ച് റേറ്റ് കൂടുതലായിരിക്കും. തിരുമല വെങ്കടേശ്വര ക്ഷേത്രം, അതായത് തിരുപ്പതി വെങ്കടേശ്വര ക്ഷേത്രം എന്ന് നമ്മൾ പറയുമെങ്കിലും അത് ശരിക്കും തിരുമലയിലാണ് സ്ഥിതി ചെയ്യുന്നത്. തിരുമല എന്ന് പറയുന്ന വലിയൊരു കുന്നിൻ്റെ മുകളിലാണ്. അതെന്ന് പറയുന്നത് തിരുപ്പതിയിൽ നിന്ന് ഏകദേശം ഒരു 12 കിലോമീറ്റർ അകലെയായിട്ടാണ്. നമ്മളൊരു ചുരമൊക്കെ പോലത്തെ റോഡ് കയറി നമ്മൾ മലേൻ്റെ മുകളിലെത്തണം. അവിടെയാണ് ശരിക്കും തിരുപ്പതി വെങ്കടേശ്വര ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. അപ്പം നമുക്ക് റൂമുകൾ വേണമെങ്കിൽ ഈ തിരുമലയിൽ, അതായത് തിരുപ്പതി വെങ്കടേശ്വര ക്ഷേത്രത്തിന് സമീപത്തൊക്കെ ആയിട്ട് നമുക്ക് വേണമെങ്കിൽ റൂമുകളൊക്കെ ബുക്ക് ചെയ്യാം. അവിടെ പല പല മഠങ്ങളുടെ കീഴിലും അതുപോലെ TTD എന്ന് പറഞ്ഞ തിരുമല ദേവസ്ഥാൻ, അതായത് അങ്ങനെയൊരു നമ്മുടെ ദേവസ്വം ബോർഡൊക്കെ പോലത്തെ അങ്ങനെ ഒരു ട്രസ്റ്റിൻ്റെ കീഴിലായിട്ടാണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ കീഴിലുള്ള റൂമുകളൊക്കെ വളരെ വിലക്കുറവിന് റൂമുകളൊക്കെ കിട്ടും. പക്ഷെ അതൊക്കെയെന്ന് പറഞ്ഞാൽ നമുക്ക് കിട്ടാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. ഒന്നെങ്കിൽ നമ്മൾ നേരത്തെ ബുക്ക് ചെയ്യണം. അതായത് നമ്മൾ ഈ 3 മാസം മുമ്പെങ്കിലും 300 രൂപയുടെ സ്പെഷ്യൽ എൻട്രി ദർശൻ ടിക്കറ്റ് ബുക്ക് ചെയ്യുമ്പോൾ ആ കൂടെയൊക്കെ നമുക്ക് ബുക്ക് ചെയ്യാം ഓൺലൈനായിട്ട് തന്നെ. അപ്പോൾ വളരെ കുറഞ്ഞ തുകയ്ക്കൊക്കെ നമുക്ക് കിട്ടും. അല്ലെങ്കിൽ പിന്നെ നമ്മൾ അവിടെ ചെന്നിട്ട് നമ്മൾ ക്യൂ നിന്നിട്ടൊക്കെ റൂം എടുക്കണം. നല്ല റഷും ആയിരിക്കും. അപ്പോൾ നമുക്ക് കുട്ടികളെയൊക്കെ ആയിട്ട് പോകുമ്പോൾ അത് കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ അങ്ങനെ നമ്മുടെ ട്രെയിൻ റെന്നിഗുണ്ട സ്റ്റേഷനിൽ എത്തിയിട്ടോ. അപ്പോൾ ഞങ്ങൾ ഇതിന് മുമ്പ് പോകുമ്പോൾ ഇവിടെ കുറേ പണികളൊക്കെ നടക്കുമായിരുന്നു. അപ്പോൾ ഇപ്പോൾ ചെന്നപ്പോൾ എല്ലാം നല്ല പണിയൊക്കെ കഴിഞ്ഞ് നീറ്റായിട്ടുണ്ട്. അപ്പോൾ നമ്മളിതാ സ്റ്റേഷന് പുറത്തിറങ്ങുമ്പോൾ തന്നെ ടാക്സി സ്റ്റാൻഡാണ്. അപ്പോൾ അവിടെ കുറേ ടാക്സിക്കാരൊക്കെ നമ്മൾ ഇറങ്ങുമ്പോൾ തന്നെ വണ്ടി വേണമെന്ന് ചോദിച്ച് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവരായിട്ടൊക്കെ നമ്മളൊന്ന് പൈസയൊക്കെ എത്രയാണെന്നൊക്കെ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുമായിരുന്നു. നമ്മൾ 10 പേരുള്ളതുകൊണ്ട് ഒരു വലിയ ബൊലേറോ പോലത്തെ വണ്ടി തന്നെ വേണമായിരുന്നു. അപ്പോൾ അത് ഒരു 1000 രൂപയായിരുന്നു അവർ പറഞ്ഞത്. തിരുപ്പതിയിൽ നിന്നും അതായത് ഈ റെന്നിഗുണ്ട സ്റ്റേഷനിൽ നിന്നും തിരുപ്പതിയിൽ നമ്മുടെ ഹോട്ടൽ വരെ എത്താൻ വേണ്ടിയിട്ട് 10 കിലോമീറ്ററോളം ദൂരം ഉണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് വണ്ടിയൊക്കെ ഓക്കെ ആയി നമ്മളിനി റൂമിലേക്ക് പോവുകയാണ്. അപ്പോൾ നമ്മൾ രാവിലെ ഒരു 11:30 നമ്മളിപ്പോൾ സ്റ്റേഷനിലെത്തിയിട്ട്. അപ്പോൾ നമ്മൾ റൂമിൽ പോയി സാധനങ്ങളൊക്കെ വെച്ച് ഇനി ഫ്രഷ് ആവാനൊക്കെയാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇന്ന് തിരുപ്പതിയിൽ 1-2 ക്ഷേത്രങ്ങൾ വിസിറ്റ് ചെയ്തിട്ട് നാളെ വെളുപ്പിന് പോയി ശ്രീനിവാസൻ കോംപ്ലക്സിൽ നിന്ന് കഴിഞ്ഞ തവണത്തെ പോലെ സർവ്വദർശൻ ടിക്കറ്റ് എടുത്തിട്ട് തിരുപ്പതി ക്ഷേത്ര ദർശനത്തിന് പോകാമെന്നായിരുന്നു പ്ലാൻ ചെയ്തിരുന്നത്. പക്ഷെ നമ്മൾ ട്രെയിനിൽ പരിചയപ്പെട്ട 1-2 പേരും അതുപോലെ ടാക്സി ഡ്രൈവറൊക്കെ പറഞ്ഞു ഇന്ന് തന്നെ നേരിട്ട് നിങ്ങൾ തിരുമല ക്ഷേത്രത്തിലേക്ക് പോവുകയാണെങ്കിൽ അവിടെ നിന്ന് സർവ്വദർശൻ ടിക്കറ്റ് കിട്ടുമെന്ന്. അതുകൊണ്ട് നമ്മളിപ്പോൾ റൂമിൽ ചെന്ന് ഫ്രഷായിട്ട് ഉച്ചഭക്ഷണം എല്ലാം കഴിച്ചിട്ട് നേരെ തിരുപ്പതി ക്ഷേത്രത്തിലേക്ക് പോകാൻ വേണ്ടിയിട്ട് തന്നെ പ്ലാൻ ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഞങ്ങൾ താമസിക്കുന്ന അപ്പാർട്ട്മെൻറ്റിലെത്തി. നെസ്റ്റിൻ ഹോം സ്റ്റേ എന്ന് പറഞ്ഞിട്ടുള്ളൊരു അപ്പാർട്ട്മെൻറ്റാണ്. booking.com വഴിയാണ് ബുക്ക് ചെയ്തത്. നല്ല സൗകര്യം ഉണ്ടായിരുന്നു. അവിടെ നല്ല വൃത്തിയും എല്ലാം ആയിരുന്നു. അതിൻ്റെ ബാൽക്കണി നല്ല കാഴ്ചകളാണ് കേട്ടോ. അതായത് തിരുപ്പതി ടൗണിൽ നിന്ന് കുറച്ച് ഒരു 2 കിലോമീറ്റർ മാറിയിട്ടായിരുന്നു ഈ അപ്പാർട്ട്മെൻറ്റ് ഉള്ളത്. നമ്മൾ ടൗണിൽ നിന്ന് കുറച്ച് മാറിയാലും നമുക്ക് ഊബർ അങ്ങനത്തെ ടാക്സി സൗകര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് അതൊന്നും ഒരു പ്രശ്നമല്ല. പക്ഷെ ടൗണിൽ തന്നെ നിൽക്കണം, ബസ്സിലാണ് യാത്ര ചെയ്യുക, അങ്ങനെയൊക്കെ ഉള്ളവർക്ക് ടൗണിൽ തന്നെയുള്ള ഹോട്ടലുകൾ നോക്കുന്നതായിരിക്കും നല്ലത്. ടൗണിൽ ഇങ്ങനത്തെ അപ്പാർട്ട്മെൻറ്റ്സ് ഒന്നും കിട്ടാനില്ല. ഇതായിട്ടുള്ള നല്ല പുതിയ നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടുള്ള അപ്പാർട്ട്മെൻ്റ് ആയിരുന്നു. നല്ല സ്പേഷ്യസ് ആയിരുന്നു. എന്തായാലും നല്ല സൗകര്യമായിരുന്നു കേട്ടോ ഇവിടെ താമസിക്കാനായിട്ട്. 3 ബെഡ്റൂം പിന്നെ ഒരു ഹാള് ഒരു കിച്ചണൊക്കെ ആയിരുന്നു ഉണ്ടായിരുന്നത്. 3 ബെഡ്റൂം AC ആയിരുന്നു. എല്ലാത്തിനും അറ്റാച്ച്ഡ് ബാത്റൂമും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മളിവിടെ എത്തിയപ്പോഴേക്കും തന്നെ ഏകദേശം ഒരു 12 മണിയൊക്കെ ആയി. ഇനിയിപ്പോൾ നമ്മൾ വേഗം തന്നെ കുളിച്ച് ഫ്രഷായി ഫുഡാണെങ്കിൽ സ്വിഗ്ഗി വഴി ഓർഡർ ചെയ്യാൻ തീരുമാനിച്ചിട്ടുണ്ട്. അപ്പോൾ ഫുഡെല്ലാം കഴിച്ചതിന് വേഗം തന്നെ തിരുപ്പതി ദർശനത്തിനായിട്ട് പോകാനാണ് വിചാരിച്ചിട്ടുള്ളത്. അപ്പോൾ അവിടെ നേരെ ചെന്ന് ക്യൂ നിന്നാൽ സർവ്വദർശൻ ടിക്കറ്റ് കിട്ടുമെന്നാണ് കൂടെ പരിചയപ്പെട്ടവരൊക്കെ പറഞ്ഞത്.
ഇപ്പോൾ എന്താണ് അവസ്ഥ എന്ന് നമുക്ക് നോക്കാം. അപ്പോൾ അത് അവിടെ ചെന്നപാടി യാത്രേൻ്റെ ഒരു ക്ഷീണമൊക്കെ മാറ്റാൻ വേണ്ടി എല്ലാവരും പാട്ടൊക്കെ വെച്ച് ഡാൻസ് കളിക്കലൊക്കെ തുടങ്ങി. ഇപ്പോൾ എന്തായാലും കുളിച്ച് ഫ്രഷായി ഫുഡെല്ലാം കഴിച്ചിട്ട് ഞങ്ങളൊരു 3 മണിക്കാണ് ഇനിയിപ്പോൾ അങ്ങോട്ടേക്ക് പോകാൻ വേണ്ടിയിട്ട് ഇറങ്ങുന്നത്. അപ്പോൾ ഞങ്ങൾക്ക് പോകാനുള്ള വണ്ടിയൊക്കെ റെഡിയായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. ഒരു ജീപ്പായിരുന്നു കേട്ടോ. അപ്പോൾ കഴിഞ്ഞ വർഷം ഇവിടെ തിരുപ്പതി ദർശനത്തിന് വന്നപ്പം നമ്മൾ വിളിച്ച ടാക്സി ഡ്രൈവർ നല്ലൊരാളായിരുന്നു. അപ്പോൾ അയാളുടെ നമ്പറൊക്കെ സേവ് ചെയ്ത് വെച്ചിരുന്നു. അപ്പോൾ ഇത്തവണ വന്നപ്പോഴും അയാളെ കോൺടാക്ട് ചെയ്തു. അപ്പോൾ അയാൾക്ക് അന്നത്തെ ദിവസം തിരക്കായിരുന്നു. അപ്പോൾ അയാൾ വേറൊരാളെ വിടാമെന്ന് പറഞ്ഞു. അങ്ങനെയാണ് ഈ ജീപ്പ് വിട്ടത്. അപ്പോൾ ഇത് തുറന്ന ജീപ്പാണ് കേട്ടോ. അപ്പോൾ ഈ ജീപ്പിലാണ് ഇപ്പോൾ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് തിരുമലയിലേക്ക്. അപ്പോൾ അങ്ങ് ദൂരെ ഒരു മലനിരകൾ കാണുന്നുണ്ടോ? അപ്പോൾ ആ മലയുടെ മുകളിലേക്കാണ് നമുക്ക് പോകേണ്ടത്. ഇപ്പോൾ പോകുന്ന വഴിക്കുള്ള തിരുപ്പതി പട്ടണത്തിൻ്റെ ദൃശ്യങ്ങളൊക്കെയാണ് കേട്ടോ. ഇപ്പോൾ നമ്മളൊരു മേൽപ്പാലത്തിന് മുകളിലേക്കാണ് പോകുന്നത്. കഴിഞ്ഞ തവണ പോകുമ്പോൾ ഇവിടെയൊക്കെ ശരിക്കും പണി പൂർത്തിയായിട്ടുണ്ടായിരുന്നില്ല. ഇപ്പോൾ ആ പണിയൊക്കെ പൂർത്തിയായി നല്ല ഭംഗിയായിട്ടുണ്ട്. ഇവിടുത്തെ കണ്ടില്ലേ വിളക്കുകാലികളൊക്കെ തിരുപ്പതി ഭഗവാന്റെ ആ ഒരു ചിഹ്നം ആ ഒരു രീതിയിലേക്കാണ് രൂപകൽപ്പന ചെയ്തിട്ടുള്ളത്. ശരിക്കും ഒരു തീർത്ഥാടന കേന്ദ്രത്തിന് പറ്റിയ രീതിയിലാണ് ഇവിടുത്തെ രൂപകൽപ്പനകളെല്ലാം. പിന്നെ കണ്ടില്ലേ ആ തൂണുകളിലൊക്കെ തിരുപ്പതി വെങ്കടേശ്വര ഭഗവാന്റെ ചിഹ്നമാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. എന്തായാലും ഭക്തി നിർഭരമായൊരു അന്തരീക്ഷമാണ് ഇവിടെ ഉള്ളത്. കണ്ടില്ല ദൂരെ കാണുന്ന മലനിരകൾ, അതാണ് തിരുമല മലനിരകൾ. പൂർവ്വഘട്ടത്തിലാണ് ഈ മലനിരകൾ സ്ഥിതി ചെയ്യുന്നത്. 7 കുന്നുകളിലായിട്ടാണ് ഈ തിരുമല പ്രദേശം സ്ഥിതി ചെയ്യുന്നത്. ഈ 7 കുന്നുകളും തിരുപ്പതി തിരുമല ദേവസ്ഥാനം എന്നറിയപ്പെടുന്ന TTD ട്രസ്റ്റിൻ്റെ കീഴിലാണ് സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ ഈ 7 കുന്നുകളും പരമപവിത്രമായിട്ടാണ് ഇവിടെയുള്ള എല്ലാവരും കരുതുന്നത്. ശേഷാദ്രി, നീലാദ്രി, ഗരുഡാദ്രി, അഞ്ജനാദ്രി, ഋഷഭാദ്രി, നാരായണാദ്രി, വെങ്കിടാദ്രി, ഇങ്ങനെയാണ് ഈ 7 കുന്നുകളിൽ. ഇതിൽ 7ാമത്തെയും അവസാനത്തെയുമായി കുന്നായ വെങ്കിടാദ്രിയിലാണ് തിരുമല വെങ്കടേശ്വര ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. ഇപ്പോൾ നമ്മൾ ജസ്റ്റ് ആ ക്ഷേത്രത്തിലേക്കുള്ള കവാടം കഴിഞ്ഞു കേട്ടോ. ഇത് കണ്ടില്ലേ ഇവിടെ ഒരു പ്രതിമയും ഒരു വലിയ കവാടമൊക്കെ ഉണ്ട്. ഈ കവാടം കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ തിരുമലയിലേക്കുള്ള കയറ്റമാണ്. അതായത് ചുരം റോഡ് പോലത്തെ റോഡാണ് കേട്ടോ. അതിന് ശേഷം പിന്നെ അങ്ങോട്ടേക്ക് 1 വേയുമാണ്. നമ്മൾ അങ്ങോട്ടേക്ക് പോകുന്ന ഡയറക്ഷനിലല്ല തിരിച്ചു വരുന്നത്. തിരിച്ച് നമ്മൾ വേറെ റോട്ടിൽ കൂടെയാണ് വരുന്നത്. ഇപ്പോൾ കണ്ടില്ലേ വിശാലമായൊരു കോംപ്ലക്സ് കാണുന്നത്. അവിടെ നമുക്ക് സെക്യൂരിറ്റി ചെക്ക് ഉണ്ട്. നമുക്ക് ഈ തിരുമല മലനിരകളിലേക്ക് പോകണമെങ്കിൽ നമുക്ക് ആദ്യം ഇവിടെ സെക്യൂരിറ്റി ചെക്കിന് വിധേയമാകണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മളെല്ലാവരും എന്ന് വെച്ചാൽ നമ്മൾ ഏത് വണ്ടിയിലാണ് പോകുന്നത് നമ്മളെല്ലാവരും ആ വണ്ടിയിൽ നിന്ന് നമ്മുടെ എല്ലാ ലഗേജുകളും ചെറിയ ബാഗുകളും വലിയ ബാഗുകൾ ഹാൻഡ് ബാഗ് എല്ലാം എടുത്തിട്ട് പുറത്തിറങ്ങണം. എന്നിട്ട് നമ്മുടെ ബാഗുകളെല്ലാം ആദ്യം സ്കാനറിൽ കൂടെ കടത്തി വിടണം. അതിനുശേഷം നമ്മളെ ബോഡിയൊക്കെ സെക്യൂരിറ്റി ചെക്കിംഗ് ഉണ്ട്. ജസ്റ്റ് സെക്യൂരിറ്റി ചെക്കിങ് മാത്രമേ ഇവിടെ ഉള്ളൂ. നമ്മൾ പ്രത്യേകിച്ച് ടിക്കറ്റ്സോ ഡോക്യുമെൻറ്റ്സോ അങ്ങനത്തെ ഒന്നും കാണിച്ച് വെരിഫൈ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല ഇവിടെ. ഇപ്പോൾ ഇത് കണ്ടില്ലേ ബാഗൊക്കെ സ്കാനറിൽ കൂടെ വരും. എന്നിട്ട് അതൊക്കെ എടുത്തിട്ട് നമ്മൾ ആ റോട്ടിൽ നിന്ന് കുറച്ച് മുമ്പോട്ട് നീങ്ങി നിൽക്കണം. അപ്പോൾ ഈ സമയം നമ്മുടെ വണ്ടി അവിടെ വേറെ രീതിയിൽ അവിടെ ചെക്ക് ചെയ്തിട്ടുണ്ടാവും കേട്ടോ, വണ്ടിയുടെ ഉൾഭാഗമൊക്കെ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമ്മുടെ വണ്ടി മുമ്പോട്ട് നീക്കി നിർത്തും. അപ്പോൾ നമ്മൾ പിന്നെ നടന്ന് ചെന്നിട്ട് വണ്ടിയിലേക്ക് കയറണം. ഒരു 100 മീറ്റർ നമ്മൾ മുമ്പോട്ട് നടക്കേണ്ടി വരും. അപ്പോൾ ഇവിടെ എല്ലാവരും വണ്ടിയിൽ നിന്ന് ഇറങ്ങണം. നമ്മൾ ബസ്സിലൊക്കെയാണ് വരുന്നതെങ്കിൽ ബസ്സിലെ ആളുകൾ എല്ലാവരും ഇവിടെ ഇറങ്ങിയിട്ട് ഇതുപോലെ സെക്യൂരിറ്റി ചെക്കിങ് ഉണ്ടാവും. അപ്പം അതിന് ശേഷം പിന്നെ നമുക്ക് തിരുമലയിലേക്ക് പോകാം. ഇപ്പോൾ ഇന്ത്യയിലെ തന്നെ ഏറ്റവും സമ്പന്നമായ ക്ഷേത്രമാണല്ലോ തിരുമല വെങ്കടേശ്വര ക്ഷേത്രം. അപ്പോൾ അവിടുത്തെ സുരക്ഷയും അത്ര പ്രധാനപ്പെട്ട തന്നെയായിരിക്കും. അപ്പം ഞങ്ങൾ ഈ ടാക്സിയിലാണ് പോയതെങ്കിലും തിരുപ്പതിയിൽ നിന്നും തിരുമലയിലേക്ക് ഇഷ്ടംപോലെ ബസ് സർവീസ് ഉണ്ട് കേട്ടോ. ആന്ധ്രാപ്രദേശ് ട്രാൻസ്പോർട്ട് കോർപ്പറേഷൻ്റെ ബസ്സുകളൊക്കെ വളരെ തുച്ഛമായ ചാർജിലാണ് സർവീസ് നടത്തുന്നത്. അപ്പ് ആൻഡ് ഡൗൺ 160 രൂപയും ഒരു ഡയറക്ഷന് മാത്രമാണെങ്കിൽ 90 രൂപയാണ് ടിക്കറ്റ്. 3 ദിവസത്തെ വാലിഡിറ്റിയുള്ള ടിക്കറ്റും കിട്ടും. അപ്പോൾ നമ്മൾ പോകുന്ന വഴിക്ക് നമ്മുടെ ജീപ്പിന് സ്പീഡ് കൂടുതലായി പോയെന്നും പറഞ്ഞിട്ട് ഒരാളുമായിട്ട് വഴക്കുണ്ടാക്കുന്ന ഒരു കാഴ്ചയായിരുന്നു. കാരണം ഇത് ചുരം റോഡാണ്. അപ്പോൾ വാഹനങ്ങളൊക്കെ ഒത്തിരി സ്പീഡിലും നല്ല ഇതുവഴി പോകുന്നത്. കാരണം ഒരു സൈഡിൽ മലനിരകളും മറ്റു സൈഡിൽ അഗാധമായൊരു കൊക്കയാണ്. പക്ഷെ റോഡ് നല്ല റോഡാണ് കേട്ടോ. അപ്പോൾ ഞങ്ങളുടെ ഈ ടാക്സിയുടെ ചാർജ് എന്ന് പറഞ്ഞാൽ ഒരു ഡയറക്ഷനിലേക്ക് 1500 രൂപയാണ് പറഞ്ഞത്. ഞങ്ങൾ പിന്നെ അപ്പ് ആൻഡ് ഡൗൺ 2 വശത്തേക്ക് ഒരുമിച്ച് എടുത്തുകൊണ്ട് 2500 രൂപയായിരുന്നു. നമ്മുടെ ദർശന സമയം നമുക്ക് കറക്റ്റ് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റില്ല. ചിലപ്പോൾ രാത്രി കുറേ സമയമൊക്കെ ആകും, ചിലപ്പോൾ വെളുപ്പിനാവും. അപ്പോൾ എന്തായാലും അത്ര സമയം വരെ ഇയാൾ അവിടെ കാത്തു നിൽക്കാമെന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ അങ്ങനെ നമ്മൾ മുകളിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. നല്ല രസമുള്ള കാഴ്ചകളാണ്. വലതുവശത്ത് മലനിരകളും ഇടതുവശത്ത് അഗാധമായ താഴ്വരകളുമാണ് കേട്ടോ. അവിടെ നിന്ന് ആ തിരുപ്പതി സിറ്റിയുടെ കാഴ്ചകളൊക്കെ കാണാം. ഇതിട്ടില്ലേ പോകുന്ന വഴിക്ക് കുറേ കുരങ്ങന്മാർ, സിംഹവാലൻ കുരങ്ങന്മാർ പോലത്തെ കുരങ്ങന്മാരാണ്, അവരൊക്കെ ഇരിക്കുന്നുണ്ടായിരുന്നു. പിന്നെ പോകുന്ന വഴിക്ക് ഇടയ്ക്കിടയ്ക്ക് ചെറിയ ചെറിയ കോംപ്ലക്സുകൾ, അതുപോലെ ബാത്റൂമിൽ പോകാനുള്ള സൗകര്യങ്ങളൊക്കെ കണ്ടു. അപ്പോൾ താഴേന്ന് അലിപിരിമേടെന്ന് പറഞ്ഞിട്ടൊരു വഴിയുണ്ട്. താഴേന്ന് അതായത് താഴ്വാരത്ത് നിന്ന് ആളുകൾ കാൽനടയായിട്ട് തിരുപ്പതി ക്ഷേത്രത്തിലേക്ക് വരുന്ന ഒരു പാത. അപ്പോൾ ആ പാതയുടെ ചില ഭാഗങ്ങളൊക്കെ നമ്മൾ പോകുന്ന വഴിക്ക് കാണാം. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടാണ് അധികം ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനത്തെ സൗകര്യങ്ങളൊക്കെ ഒരുക്കിയിട്ടുള്ളത്. പിന്നെ അലിപ്പിരിമേട് വഴി വരികയാണെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് ചെറിയ ചെറിയ ക്ഷേത്രങ്ങൾ, അതുപോലെ സുന്ദരമായ വെള്ളച്ചാട്ടങ്ങളൊക്കെ ആയിട്ട് കുറച്ചും കൂടി നല്ല ഭംഗിയുള്ള പാതയാണ്. അപ്പോൾ നമ്മൾ എന്തായാലും
തിരുമലയിലേക്ക് എത്താനായിട്ടുണ്ട്. ആ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട കവാടങ്ങൾ കണ്ടു തുടങ്ങി. ഒരു 35-40 മിനിറ്റൊക്കെയാണ് യാത്രയ്ക്ക് എടുക്കുന്ന സമയം. അതായത് തിരുപ്പതിയിൽ നിന്നും തിരുമലയിലേക്ക് ഒരു 12 കിലോമീറ്ററാണ് ശരിക്കുള്ള ദൂരം. ഇപ്പം നമ്മുടെ മുമ്പിൽ പോകുന്ന ബസ് ഉണ്ട്. ഇതൊക്കെ APSRTCൻ്റെ ഇതുപോലത്തെ തിരുപ്പതി ടു തിരുമല ബസ് സർവീസിൽപ്പെട്ട ബസ്സാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ നമ്മൾ ഏകദേശം ക്ഷേത്രത്തിൻ്റെ അടുത്തേക്ക് എത്തിക്കഴിഞ്ഞു. അപ്പോൾ അവിടെ ഫസ്റ്റ് തന്നെ കാണുന്നത് കൃഷ്ണാർജുന രഥത്തിൻ്റെ ഒരു മോഡലാണ് കേട്ടോ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് അപ്പോൾ ഇവിടെ എത്തുമ്പോൾ എന്ന് വെച്ചാൽ മലേൻ്റെ മുകളാണല്ലോ. അപ്പോൾ അത്യാവശ്യം നല്ല തണുപ്പ് വന്നു തുടങ്ങി. അപ്പോൾ നമ്മളത് കുട്ടികൾക്ക് സ്വെറ്ററും അതുപോലെ തൊപ്പിയൊക്കെ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഫസ്റ്റ് തന്നെ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ നീലൂട്ടൻ്റെ മുടി കളയലാണ്. അപ്പോൾ അതിനിവിടെ പല സ്ഥലത്തും കല്യാണക്കട്ട എന്നുള്ള പേരിൽ മുടി കളയുന്ന സെൻറ്ററുകളുണ്ട്. അപ്പോൾ അതൊക്കെ TTD ദേവസ്വത്തിന് കീഴിലാണ്. അപ്പോൾ അതിന് നമ്മൾ ആദ്യം ടിക്കറ്റ് എടുക്കണം. ടിക്കറ്റ് എന്ന് പറഞ്ഞാൽ ജസ്റ്റ് ടോക്കൺ എടുക്കലാണ് കേട്ടോ. അതിന് പൈസയൊന്നുമില്ല, ഫ്രീ ആണ്. ഇപ്പോൾ നമ്മളിത് ഒരു കല്യാണക്കട്ടയിലെത്തി ആദ്യം. അപ്പോൾ നീ നീലുവിന് മുടി കളയാൻ പോവാണ്. നീലുവിന് മുടി അത്യാവശ്യം നല്ലോണം നീണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതുപോലത്തെ പല പല കല്യാണക്കട്ടകൾ ഉണ്ടാവും കേട്ടോ ഈ പ്രദേശത്ത്. അപ്പോൾ കഴിഞ്ഞ തവണ നമ്മൾ വന്ന സ്ഥലത്തല്ല ഇത്തവണ വന്നത്. അപ്പോൾ എന്തായാലും ഇവിടെ ആദ്യം ടോക്കണൊക്കെ എടുത്ത് അകത്ത് കയറി. വലിയ തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ മുടി കളയാനായിട്ട് ഇരിക്കുകയാണ്. ഫസ്റ്റ് ടൈം മുടി കളയുന്നതുകൊണ്ട് മാമൻ്റെ മടിയിൽ ഇരുത്തണം എന്നൊക്കെ അവരാദ്യം പറഞ്ഞു. പക്ഷെ അവർ തമിഴാണ്, തമിഴ് ആചാരമാണെന്ന് തോന്നുന്നു. അപ്പം എന്തായാലും നീലൂട്ടിനത് അച്ഛൻ്റെ മടിയിൽ ഇരുത്തിയാണ് കേട്ടോ ചടങ്ങ് ചെയ്യുന്നത്. ഫസ്റ്റ് ആദ്യം ഒരു 3 നാളെ കട്ട് ചെയ്തിട്ട് ആ മുടി അവിടുത്തെ നേർച്ചപ്പെട്ടിയിൽ ഇടാൻ വേണ്ടിയിട്ട് തരും. അതിനുശേഷം മുടി വടിച്ച് തുടങ്ങുവാണ്. നീലൂടെ നല്ല കരച്ചിലായിരുന്നു. പിന്നെ അതുകൊണ്ട് അധികം പിന്നെ വീഡിയോസൊന്നും എടുത്തിട്ടൊന്നുമില്ല. ഇപ്പോൾ മുടിയെല്ലാം കഴിഞ്ഞിട്ട് പിന്നെ നമ്മളത് അവിടെ കുളിക്കാനായിട്ട് ചൂടുവെള്ളമൊക്കെ ഉണ്ടാവും കേട്ടോ. എല്ലാം ഫ്രീ തന്നെയാണ്. ഇപ്പോൾ കുളിപ്പിച്ച് ഡ്രസ്സൊക്കെ മാറ്റി നമ്മളത് അവിടെ നിന്ന് പോരുവാണ്. അപ്പോഴേക്കും നല്ല തണുപ്പായി തുടങ്ങി. കാരണം തിരുപ്പതിയിലത്തെ കാലാവസ്ഥയല്ല തിരുമലയിൽ. നല്ല തണുപ്പാണ്, കാലാവസ്ഥയ്ക്ക് നല്ല വ്യത്യാസമുണ്ട്. അപ്പോൾ ഇനി നമ്മൾ ദർശനത്തിനായിട്ട് പോവുകയാണ്. അപ്പോൾ നമ്മൾ സർവ്വദർശനാണ്. അപ്പോൾ അതിനുള്ള ക്യൂ ലൈൻ നോക്കിയിട്ടാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ നമ്മൾ 300 രൂപയുടെ ടിക്കറ്റ് എടുത്തിട്ടില്ല. 300 രൂപ ടിക്കറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സ്പെഷ്യൽ എൻട്രി ദർശനമാണ്. അതിന് പ്രത്യേകം ക്യൂ ആണ്. അപ്പം അതാകുമ്പോൾ 2-3 മണിക്കൂർ കൊണ്ടൊക്കെ പരിപാടി കഴിയും. നല്ല തിരക്കുള്ള ദിവസമാണെങ്കിൽ 4-5 മണിക്കൂർ അത്ര നേരം ക്യൂ നിന്നാൽ മതി. പക്ഷെ അത് 3 മാസം മുമ്പൊക്കെ ബുക്ക് ചെയ്യണം. അതിപ്പോൾ എല്ലാവർക്കും പറ്റണമെന്നില്ല. ഇപ്പോൾ ഈ ഒരു ബസ് പോകുന്നുണ്ട്, കൊമ്പൊക്കെയുള്ള ബസ്. ഇതാണെങ്കിൽ TTDയുടെ ഫ്രീ ബസ്സാണ്. ധർമ്മരഥം എന്നാണ് ഇത് അറിയപ്പെടുന്നത്. ആ ബസ്സിൽ നമ്മൾ കയറിയാൽ നമ്മൾ ഈ പ്രദേശം ഫുള്ള് ചുറ്റി കാണിക്കും ഫ്രീ ആയിട്ട്. പിന്നെ നമ്മൾ തിരുമല തന്നെയാണ് റൂം എടുത്തിട്ടുള്ളെങ്കിൽ ആ റൂമിൽ നമുക്ക് ദർശനത്തിന് വരാനും പോകാനും ഒക്കെ ബസ് ഉപയോഗിക്കാം. അപ്പോൾ നമ്മൾ എന്തായാലും ദർശനത്തിനായിട്ട് പോവുകയാണ്. അപ്പോൾ ഇത്തവണ നമ്മൾ ഒറ്റ ടിക്കറ്റും ഇല്ലാതെയാണ് ഇപ്പം ഇങ്ങോട്ടേക്ക് വന്നിട്ടുള്ളത്. അപ്പോൾ നമുക്ക് സർവ്വദർശനം എന്ന് പറഞ്ഞിട്ടുള്ള ദർശന ഓപ്ഷനുള്ളത്. അപ്പോൾ അതിന് വേണ്ടിയിട്ടായി നമ്മളിതാ ഗേറ്റ് നമ്പർ 30 എന്ന് പറഞ്ഞ സ്ഥലത്തെത്തി. സർവ്വദർശൻ്റെ ക്യൂവിൻ്റെ അവിടെ നമ്മൾ ഡ്രോപ്പ് ചെയ്യാനായിട്ടാണ് ഇപ്പോൾ ടാക്സി ഡ്രൈവർ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ ചെരുപ്പ് നമ്മൾ വണ്ടിയിൽ തന്നെ അയച്ചു വെക്കുകയാണ് ചെയ്തത്. പിന്നെ നമുക്ക് അത്യാവശ്യമായുള്ള സാധനങ്ങൾ നമ്മുടെ കയ്യിലെടുക്കാം. ഫോണും ബാഗും പിന്നെ ഫുഡ് ഐറ്റംസ്, വെള്ളം, അങ്ങനെ സാധനങ്ങളൊക്കെ നമുക്ക് കയ്യിലെടുക്കാം. അപ്പോൾ അതിന് ശേഷം നമ്മളിതാ വഴിയിലേക്ക് കയറുവാണ്. അപ്പോൾ ഇങ്ങനത്തെ ഒരു ലൈനിൽ കൂടെയാണ് നമ്മൾ പോകുന്നത്. ആദ്യമൊന്നും ഒട്ടും തിരക്ക് കണ്ടില്ല. നമ്മൾ പിന്നെ കുറച്ച് ദൂരം അങ്ങ് നടന്നു പോയി കഴിയുമ്പോഴാണ് കുറച്ച് ആൾക്കാരൊക്കെ വന്നു തുടങ്ങുന്നത്. നമ്മൾ ഇതിലേക്ക് പോകുമ്പോൾ എന്ന് വെച്ചാൽ നമ്മളതിൽ അത്യാവശ്യം കുറച്ച് ഫുഡ് ഐറ്റംസ്, വെള്ളം ഒക്കെ എടുക്കണം നമ്മൾ. പിന്നെ കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ അവർക്ക് കൊടുക്കാനുള്ള ഫുഡ് ഐറ്റംസൊക്കെ. കാരണം ഇപ്പം നമ്മൾ കുറേ നേരം ഈ ക്യൂവിൽ വെയിറ്റ് ചെയ്യേണ്ടി വരും. അപ്പോൾ ആ സമയത്തേക്കുള്ള ആവശ്യമുള്ള ഫുഡും വെള്ളമൊക്കെ എടുക്കുന്നത് നല്ലതാണ്. ഇവിടെ നമുക്ക് ഫുഡ് കിട്ടും കേട്ടോ. രാവിലെയും ഉച്ചയ്ക്കും വൈകിട്ടും രാത്രിയൊക്കെ നമുക്ക് ഫുഡ് ഉണ്ടാവും. ക്ഷേത്രത്തിലെ പ്രസാദമൊക്കെ ആയിരിക്കും. പക്ഷേ അതൊക്കെ ഇവിടുത്തെ ഒരു സ്റ്റൈലായതുകൊണ്ട് ചിലപ്പോൾ നമുക്ക് അത്ര ഇഷ്ടപ്പെടണമെന്നില്ല. പിന്നെ മാത്രമല്ല നമുക്ക് ഇഷ്ടപ്പെട്ടാലും കുട്ടികളൊന്നും ചിലപ്പോൾ കഴിക്കണമെന്നില്ല. അപ്പോൾ അവർക്ക് ആവശ്യമുള്ള കുറച്ച് ഫുഡൊക്കെ എടുക്കുന്നത് നല്ലതാണ്. പിന്നെ കുട്ടികൾക്കുള്ള പാലൊക്കെ ഇവിടെ 24 hour ഉണ്ടാവുമായിരിക്കും. അപ്പോൾ അതും ഡ്രിങ്കിങ് വാട്ടറൊക്കെ നമുക്ക് കിട്ടും. അപ്പോൾ കുറച്ചുകൂടെ എത്തിയപ്പോൾ നമ്മളത് ആ വരിയിൽ നിന്ന് റൂമിലേക്ക് ഷിഫ്റ്റ് ചെയ്തു കേട്ടോ. ഇതുപോലത്തെ ഒരു 10-20 കമ്പാർട്ട്മെൻറ്റെങ്കിലും ഇവിടെ ഉണ്ടാവും. അപ്പോൾ ഈ ഒരു കമ്പാർട്ട്മെൻറ്റിൽ നമ്മളവിടെ ഡോറൊക്കെ ലോക്ക് ചെയ്തിട്ടാണ് ഇടുന്നത്. അപ്പോൾ നമ്മളിവിടെ ഒരു 2-3 മണിക്കൂർ ആയിട്ട് വെയിറ്റ് ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. ആ സമയത്തെന്ന് വെച്ചാൽ ചായയൊക്കെ ഇവിടെ നിന്ന് തന്നിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ ഉള്ളിൽ തന്നെ ടോയ്ലറ്റ്, അതുപോലെ ഡ്രിങ്കിങ് വാട്ടർ ഫെസിലിറ്റികളൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പം ഒരു ഉപ്പുമാവ് പോലത്തെ പ്രസാദം തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അമ്പലത്തിലെ പ്രസാദമാണ്. ഈ സമയത്ത് തന്നെ ഫോണൊക്കെ നമ്മുടെ കയ്യിലുള്ളതുകൊണ്ട് തന്നെ സമയം പോകാനൊക്കെ എളുപ്പമാണ്. പിന്നെ കഴിഞ്ഞ തവണ നമ്മൾ ശ്രീനിവാസൻ കോംപ്ലക്സിൽ നിന്ന് താഴ്ന്ന ടിക്കറ്റ് എടുത്തിട്ട് വന്നിട്ടും ഇതുപോലെ കമ്പാർട്ട്മെൻറ്റിൽ കുറേ നേരം വെയിറ്റ് ചെയ്യേണ്ടി വന്നു. അപ്പോൾ അത് ആ വെയിറ്റിംഗ് ഒക്കെ കഴിഞ്ഞ് ഏകദേശം 3 മണിക്കൂറോളായി. ഇപ്പോൾ രാത്രി ഒരു 8:30 ആയിട്ടുണ്ട് കേട്ടോ. നമ്മൾ 3 മണിക്ക് താഴെ നിന്ന് വന്നതായിരുന്നു. അപ്പോൾ അതെല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ വീണ്ടും ആ കമ്പാർട്ട്മെൻറ്റ് തുറന്നിട്ട് നമ്മൾ ആദ്യം വന്ന വരിയിലേക്ക് തന്നെ കയറ്റുവാണ്. അപ്പോൾ അവിടെ അത്യാവശ്യം നല്ല തള്ളായി. അവിടെ നിന്ന് ആൾക്കാരെല്ലാം ഇറങ്ങിയിട്ട് ഇങ്ങോട്ട് കയറാനുള്ള തള്ളിത്തിരക്കലായി. അപ്പോൾ നമ്മളെന്തായാലും തള്ളിത്തിരക്കലിന് പോകാണ്ട് കുറച്ച് ബാക്കോട്ട് നിന്നിട്ട് അതൊക്കെ കയറി കഴിഞ്ഞിട്ടാണ് നമ്മൾ പോകുന്നത്. ഇതാ വീണ്ടും ഇങ്ങനെ പോവാണ്. അപ്പോഴത്തേക്ക് നല്ല തണുപ്പായി. അവിടെ തറയിൽ നമ്മൾ ചെരുപ്പില്ലാണ്ട് ചവിട്ടുമ്പോൾ കാലൊക്കെ ശരിക്കും മസിൽ കയറുന്ന പോലെ നല്ല തണുപ്പുണ്ടായിരുന്നു കേട്ടോ. കുട്ടികൾക്കൊക്കെ സോക്സ് ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. നമ്മൾ പിന്നെ സ്വെറ്ററൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ കഴിഞ്ഞ തവണ
ഈ ശ്രീനിവാസൻ കോംപ്ലക്സ് എന്ന് പറഞ്ഞ സ്ഥലത്ത് നിന്ന് ടിക്കറ്റ് എടുത്തിട്ട് വന്നപ്പോൾ, ഫ്രീ ദർശനം തന്നെ ടിക്കറ്റ് എടുത്തിട്ട് വന്നപ്പോൾ നമ്മൾ ആദ്യം കമ്പാർട്ട്മെൻറ്റിൽ ഇരുന്നില്ലേ, അവിടെ നിന്ന് അകത്തേക്കുള്ളൊരു സ്ഥലത്തൂടെയാണ് നമ്മളെ കയറ്റി വിട്ടത്. ഇത്തവണ ഈ പുറത്തുകൂടിയാണ് പോകുന്നത്. അങ്ങനത്തെ ഒരു വ്യത്യാസമുണ്ട്. അപ്പോൾ നമ്മുടെ ഈ ക്യൂ നേരെ പോകുന്നത് ഇപ്പോൾ ടിക്കറ്റ് കൗണ്ടറിലേക്കാണ്. കാരണം നമ്മളിപ്പോൾ കയ്യിൽ ടിക്കറ്റ് ഇല്ലാണ്ടാണ് വന്നിട്ടുള്ളത്. ഇപ്പോൾ തിരുപ്പതി വെങ്കടേശ്വര ഭഗവാന്റെ ദർശനം നമുക്ക് ടിക്കറ്റ് ഇല്ലാണ്ട് കിട്ടില്ല. കാരണം നമ്മൾ ഉള്ളിൽ ചെല്ലുമ്പോൾ ടിക്കറ്റ് സ്കാൻ ചെയ്തിട്ടാണ് നമ്മൾ അകത്തേക്ക് വിടുക. അപ്പോൾ ഓൾറെഡി ടിക്കറ്റുമായിട്ട് വരുന്നവരെയാണ് ഉള്ളിലേക്ക് കയറ്റി വിടുന്നത്. അവിടെ പിന്നെ വേറെ കമ്പാർട്ട്മെൻറ്റുകൾ ഇതുപോലെ വെയിറ്റ് ചെയ്യാനുണ്ടാവും. ഇപ്പോൾ ആ ടിക്കറ്റ് കൗണ്ടറിൽ എത്തി. ഇവിടെ 10ഓളം കൗണ്ടറുകളുണ്ട്. ജസ്റ്റ് നമ്മുടെ ഫോട്ടോ എടുത്തിട്ട് നമുക്ക് ടിക്കറ്റ് തരുവാണ് അവിടെ നിന്ന്. നമ്മളിവിടെ പ്രത്യേകിച്ച് ഡോക്യുമെൻറ്റ്സ് ഒന്നും കാണിക്കേണ്ട ആവശ്യമില്ല. ആധാർ കാർഡോ അങ്ങനത്തെ ഒരു ഡോക്യുമെൻറ്റ്സും ഇവിടെ ചോദിക്കുന്നില്ല. ജസ്റ്റ് നമ്മൾ ഫോട്ടോ എടുക്കുന്നു, ടിക്കറ്റ് തരുന്നു, അത്രയേ ഉള്ളൂ. കഴിഞ്ഞ തവണ നമ്മൾ പോയപ്പോഴും ഇതുപോലെ സർവ്വദർശനം തന്നെയായിരുന്നു. പക്ഷേ തങ്ങളുടെ തിരുപ്പതിയിൽ അവിടെ ഒരു ശ്രീനിവാസൻ കോംപ്ലക്സ് എന്ന് പറഞ്ഞ സ്ഥലത്ത് വെളുപ്പിന് 4 മണിക്ക് പോയി ക്യൂ നിന്നിട്ട് ടിക്കറ്റ് എടുക്കുക ചെയ്തത്. അപ്പം അങ്ങനെ ടിക്കറ്റ് എടുക്കുമ്പോൾ വെച്ചാൽ നമുക്ക് അന്നേ ദിവസത്തിൽ തന്നെ ദർശനത്തിനുള്ള ടിക്കറ്റ് കിട്ടുക. ഇത്തവണ പക്ഷേ നമ്മൾ ഇങ്ങനെ ടിക്കറ്റ് എടുത്തപ്പോൾ നമുക്ക് നാളെ ദർശനത്തിനുള്ള ടിക്കറ്റാണ് കിട്ടിയത്. നാളെ രാത്രിയിലത്തെ ദർശനത്തിനുള്ളത്. അപ്പോൾ നമ്മൾ ആദ്യം ശ്രദ്ധിച്ചില്ല. അപ്പോൾ നമ്മളിതാ നേരെ മൊബൈലൊക്കെ വെക്കുന്ന സ്ഥലത്തെത്തി. ഇവിടെ നമുക്ക് മൊബൈലും ബാഗെല്ലാം കൊടുക്കണം, എന്നിട്ട് അതിനകത്തേക്ക് പോകാൻ പറ്റത്തുള്ളൂ. അപ്പോൾ അവിടെ അതെല്ലാം കൊടുത്തു. അപ്പോൾ നമ്മൾ അകത്ത് പോയിട്ട് പിന്നെ ഒരു കമ്പാർട്ട്മെൻറ്റിൽ കുറേ നേരം വെയിറ്റ് ചെയ്തു. അപ്പോൾ കുറേ നേരം വെയിറ്റ് ചെയ്തപ്പോഴാണ് പിന്നെയാണ് നമ്മൾ ശ്രദ്ധിച്ചത് നാളത്തേക്കുള്ള ടിക്കറ്റാണെന്ന്. കാരണം അവിടെ ഡിസ്പ്ലേയിൽ കാണിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ അവിടെ കോൺടാക്ട് ചെയ്തപ്പം അവർ പറഞ്ഞു വെച്ചാൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇപ്പോൾ അവിടെ നിന്ന് പോവാം, നിങ്ങൾ ടിക്കറ്റ് അവിടെ സ്കാൻ ചെയ്യിച്ചിട്ട് റീ എൻട്രിക്കുള്ള ഓപ്ഷൻ കൊടുത്തിട്ട് പോവാം, എന്നിട്ട് നാളെ വീണ്ടും വന്നാൽ മതി എന്ന് പറഞ്ഞു. അപ്പോൾ നമ്മളെന്തായാലും പോകാൻ തീരുമാനിച്ചു. കാരണം അവിടെ തന്നെ വെയിറ്റ് ചെയ്താൽ എത്ര നേരം വെയിറ്റ് ചെയ്യണമെന്ന് അറിയില്ലല്ലോ. പിന്നെ അവർ പറഞ്ഞു ചിലപ്പോൾ നിങ്ങൾ വെളുപ്പിന് വീണ്ടും ദർശനത്തിന് ഇപ്പോൾ വിടും, ഉറപ്പില്ല എന്നും പറഞ്ഞു. നമ്മളെന്തായാലും ഇനിയിപ്പോൾ അവിടെ ഇരിക്കണ്ട, നാളെ വരാമെന്ന് വിചാരിച്ചിട്ട് പുറത്തിറങ്ങി. പുറത്തിറങ്ങിയപ്പോൾ രാത്രി തിരുപ്പതി ക്ഷേത്രത്തിൻ്റെ ദൃശ്യങ്ങളൊക്കെയാണ് കേട്ടോ. അപ്പോൾ എന്തായാലും അവിടെ കുറച്ച് നേരമൊക്കെ നിന്നു. പിന്നെ നല്ല തണുപ്പായിരുന്നു, അതുകൊണ്ട് ചായ എല്ലാം കുടിച്ച് ഫുഡെല്ലാം കഴിക്കാൻ പോയി. അപ്പോഴേക്കും രാത്രി ഒരു 11 മണി കഴിഞ്ഞിരുന്നു കേട്ടോ. അപ്പോൾ ആ സമയത്ത് നമ്മുടെ ഡ്രൈവർ പറഞ്ഞു രാത്രി 10 മണി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ടാക്സികളും വണ്ടികളൊന്നും താഴ്വാരത്തേക്ക് വിടത്തില്ല. അതുകൊണ്ട് നമ്മൾ വെളുപ്പിന് 3 മണി വരെ ഇവിടെ എന്തായാലും വെയിറ്റ് ചെയ്യണമെന്ന്. 3 മണിക്ക് ശേഷം ഗേറ്റ് തുറക്കുള്ളൂ എന്ന്. അപ്പോൾ നമുക്കത് അറിയില്ലായിരുന്നു. അപ്പോൾ നമ്മളെന്തായാലും 3 മണി വരെ പിന്നെ അവിടെ ഇങ്ങനെ സ്പെൻഡ് ചെയ്തു. അപ്പോൾ അവിടെ ഒരു ഹനുമാൻ കോവിലാണ്. അപ്പോൾ അവിടെ ആളുകളൊക്കെ തിരി കത്തിക്കുന്നതും ഇങ്ങനെയൊക്കെ നോക്കി. പിന്നെ അവിടെ കുറേ പെട്ടിക്കടകളൊക്കെ ഉണ്ടായിരുന്നു, അവിടെയെല്ലാം കയറി ഇറങ്ങി. പിന്നെ ഫുഡ് കുറേ കടകളൊക്കെ ഉണ്ടായിരുന്നു, ചായ കുടിക്കാനൊക്കെ സൗകര്യം ഉണ്ടായിരുന്നു. അപ്പോഴത്തേക്കും കുട്ടികളൊക്കെ ഉറങ്ങി. അപ്പോൾ അവരെയാണെങ്കിൽ ഹനുമാൻ കോവിലിൻ്റെ അടുത്തുള്ള അവിടെ ഇങ്ങനെ പുതപ്പും ഒക്കെ വിരിച്ചിട്ട് അവിടെ കിടത്തി ഉറക്കി. പിന്നെ കുറേ കടകളുണ്ട് കേട്ടോ, നല്ല രസമാണ്. അപ്പോൾ അവിടെയെല്ലാം കയറി ഇറങ്ങി. അങ്ങനെയാണ് ടൈം സ്പെൻഡ് ചെയ്തത്. അപ്പോൾ ഇങ്ങനെ ടിക്കറ്റ് എടുക്കുമ്പോൾ എല്ലാവരും ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ ചിലപ്പോൾ നമുക്ക് അന്നത്തെ ദർശന ടിക്കറ്റ് കിട്ടില്ല. കാരണം നല്ല തിരക്കൊക്കെ ആണെങ്കിൽ ചിലപ്പോൾ നാളത്തേക്ക് കിട്ടത്തുള്ളൂ. കാരണം ഇന്നൊരു വ്യാഴാഴ്ചയായിരുന്നു. വ്യാഴാഴ്ച പൊതുവെ ഇവിടെ തിരക്ക് കൂടുതലാണ്, ഭഗവാന്റെ നേത്രദർശനം കിട്ടുന്ന ദിവസമാണ്. അപ്പോൾ അതുകൊണ്ടായിരിക്കും നല്ല തിരക്കായിരുന്നു. അപ്പോൾ നമ്മൾ താഴെ ശ്രീനിവാസൻ കോംപ്ലക്സിൽ നിന്ന് ടിക്കറ്റ് എടുത്തിട്ട് വരുമ്പോൾ നമുക്ക് എന്തായാലും ഇന്നത്തെ ദർശനത്തിനുള്ള ടിക്കറ്റ് കിട്ടും. അപ്പോൾ അതാണ് ഈ 2 ടിക്കറ്റുകളുടെ ഒരു വ്യത്യാസം എന്ന് പറയുന്നത്. അപ്പോൾ താഴെ നിന്ന് ടിക്കറ്റ് എടുക്കുമ്പോൾ നമുക്ക് ഒറിജിനൽ ആധാർ കാർഡ് നിർബന്ധമാണ്. അപ്പോൾ ഇവിടെ ഡയറക്റ്റ് വന്ന് ടിക്കറ്റ് എടുക്കുമ്പം അങ്ങനത്തെ നമുക്ക് ആധാർ കാർഡും രേഖകളൊന്നും കാണിക്കേണ്ട ആവശ്യമില്ല. ഇനിയിപ്പോൾ 3 മണിയാകുമ്പോഴത്തേക്കും നമുക്ക് തിരിച്ച് പോയിട്ട് റൂമിൽ പോയി കിടന്നുറങ്ങി പിറ്റേന്ന് നാളെ രാവിലെ തിരിച്ച് വീണ്ടും വരാമെന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ വരുന്ന വഴിക്ക് പത്മാവതി ക്ഷേത്രവും കപില തീർത്ഥവും വിസിറ്റ് ചെയ്യണമെന്ന് വിചാരിക്കുന്നു. കാരണം പത്മാവതി ക്ഷേത്രം തിരുപ്പതി വെങ്കടേശ്വര ഭഗവാനെ സംബന്ധിച്ചുള്ള ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. കാരണം തിരുപ്പതി വെങ്കടേശ്വര ഭഗവാൻ ലക്ഷ്മി നാരായണ മൂർത്തി ഭാവത്തിലാണ് ഇവിടെ സ്ഥിതി ചെയ്യുന്നത്. മഹാവിഷ്ണു മാനവ രൂപത്തിൽ ശ്രീനിവാസൻ എന്നുള്ള പേരിൽ അവതരിച്ച സമയത്ത് അദ്ദേഹത്തിൻ്റെ ഭാര്യയായിരുന്നു പത്മാവതി ദേവി. അപ്പോൾ നമ്മൾ വെങ്കടേശ്വര ഭഗവാനെ ദർശിക്കുന്ന സമയത്ത് പത്മാവതി ക്ഷേത്രത്തിലും കൂടെ ദർശനം നടത്തണം എന്നാണ് പൊതുവെ പറയപ്പെടുന്നത്. പത്മാവതി ക്ഷേത്രം തിരുപ്പതി ടൗണിൽ തന്നെയാണ് സ്ഥിതി ചെയ്യുന്നത്. അങ്ങനെ നമ്മൾ ഏകദേശം വെളുപ്പിന് 2:30 ആയപ്പോഴത്തേക്ക് നമ്മുടെ ടാക്സിയിൽ കയറി. അപ്പോൾ കുറേ വണ്ടികൾ ക്യൂ ആയിട്ടുണ്ടായിരുന്നു താഴേക്ക് തിരിച്ചു പോകാനായിട്ട്. അങ്ങനെ നമ്മൾ തിരിച്ചു പോവാണ്. ജസ്റ്റ് പോയി തുടങ്ങിയപ്പോഴേക്കും വെങ്കടേശ്വര സുപ്രഭാതം കേട്ടു തുടങ്ങി. അപ്പോഴത്തേക്ക് 3 മണിയായിരുന്നു. അങ്ങനെ നമ്മളിതാ തിരിച്ചു പോവാണ്. അത് രാത്രി യാത്രയുടെ കാഴ്ചകളാണ് കേട്ടോ. പിന്നെ റൂമിലേക്ക് എത്തി കിടന്നപ്പോഴേക്കും ഒരു 4-4:30 ആയി. പിന്നെ പിറ്റേന്ന് രാവിലെ 8 മണിക്ക് തന്നെ എഴുന്നേറ്റ് റെഡി ആയിട്ട് ഒരു 10 മണിയൊക്കെ ആയപ്പോഴേക്കും ഞങ്ങൾ തിരിച്ച് വീണ്ടും പോരുവാണ്. ഇതാ തിരുമലയിലേക്ക് വീണ്ടും പോവാണ്. അപ്പോൾ പോകുന്ന വഴിക്ക് ആദ്യം പത്മാവതി ക്ഷേത്രം വിസിറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ പത്മാവതി ക്ഷേത്രത്തിന് അവിടെ ചെന്നപ്പോൾ നല്ല ക്യൂ ആണ്. കാരണം പിന്നെ നമ്മൾ ചെന്ന സമയം നട അടുത്ത സമയമാണ്. പിന്നെ ഒരു 3/4 മണിക്കൂർ കഴിഞ്ഞിട്ട് നട തുറക്കുള്ളൂ എന്ന് പറഞ്ഞു. പിന്നെ നല്ല തിരക്കുമായതുകൊണ്ട് പിന്നെ അവിടെ കയറിയില്ല. തിരുപ്പതി വെങ്കടേശ്വര ഭഗവാന്റെ ഭാര്യ എന്നുള്ള സങ്കല്പത്തിലാണ് ശരിക്കും പത്മാവതി ദേവീനെ ആരാധിക്കുന്നത്. അപ്പോൾ തിരുപ്പതി ദർശനത്തിന് പോകുന്നവർക്ക് പറ്റുമെങ്കിൽ ഇവിടെ പോകാൻ ശ്രമിക്കുക. പിന്നെ കപില തീർത്ഥം എന്ന സ്ഥലത്തേക്ക് പോവാണ്. അപ്പോൾ ഇവിടെ ഒരു ശിവക്ഷേത്രമുണ്ട്. പിന്നെ കൂടാതെ ഒരു വലിയ വെള്ളച്ചാട്ടമുണ്ട്. അങ്ങനെ നമ്മൾ കപിലേശ്വര ക്ഷേത്രത്തിലേക്ക് പോവുകയാണ്. ഇതുണ്ടല്ലേ പോകുന്ന വഴിക്ക് വലിയ കാളുകളെയും കൊണ്ട് കാളുകൾ നിൽക്കുന്നുണ്ടായിരുന്നു കേട്ടോ. ഇത് ഇങ്ങനെ ദക്ഷിണ വാങ്ങാനൊക്കെ ആയിട്ട്. കാരണം ശിവൻ്റെ വാഹനമാണല്ലോ നന്ദി. അപ്പോൾ നന്ദിയുടെ പ്രതീകമായിട്ടാണ് തോന്നി കാളുകളെയും കൊണ്ടൊക്കെ നിൽക്കുന്നത്.
പിന്നെ അവിടെ ഇങ്ങനെ ചെറിയ ചെറിയ പൂജാ സാധനങ്ങൾ വിൽക്കുന്ന കടകളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എന്തായാലും നമ്മളത് അകത്തേക്ക് കടന്നു. ബാക്ക്ഗ്രൗണ്ടിൽ തന്നെ തിരുപ്പതി മലനിരകളൊക്കെയാണ് കാണുന്നത്. പിന്നെ നമ്മളങ്ങ് മുമ്പോട്ട് പോയപ്പോൾ അവിടെ ഒരു പന്തലൊക്കെ കണ്ടു കേട്ടോ. അപ്പോൾ അവിടെ എന്തോ ഒരു സപ്താഹയജ്ഞം നടക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അവിടെ കുറേ ആളുകൾ കൂടി നിൽക്കുന്ന കണ്ടിട്ടാണ് നോക്കിയത്. ഇപ്പോൾ ഇതാ മുമ്പോട്ട് പോകുമ്പോൾ വെള്ള കളറിൽ ഗോപുരം കാണുന്നില്ല, അതാണ് കപിലേശ്വര ക്ഷേത്രം. ഇപ്പോൾ പോകുന്ന വഴി ഇതാ കുറേ കടകളും ഒക്കെ ഉണ്ട്. അപ്പോൾ ഇതാണ് ശരിക്കും കപില തീർത്ഥം. കപിലേശ്വരൻ എന്നാണ് ഇവിടുത്തെ ശിവപ്രതിഷ്ഠ അറിയപ്പെടുന്നത്. തിരുപ്പതിയിൽ പോകുന്നവരെല്ലാം കണ്ടിരിക്കേണ്ട ഒരു ക്ഷേത്രം തന്നെയാണ് കേട്ടോ. എന്താ പറയുക, പറഞ്ഞറിയിക്കാൻ പറ്റില്ല, അത്ര ഭംഗിയാണ്. ആ വെള്ളച്ചാട്ടം നേരെ വന്ന പുഴയല്ല കുളത്തിലേക്ക് വീഴുന്ന കാഴ്ച കാണാനായിട്ട്. ആ വെള്ളച്ചാട്ടത്തിൻ്റെ ശബ്ദവും ആ ക്ഷേത്രത്തിൽ നിന്നുള്ള മണിയടികളും മന്ത്രച്ചാടത്തിൻ്റെ ശബ്ദമൊക്കെ ആയിട്ട് ശരിക്കും നല്ല രസമാണ്. അപ്പോൾ ഇവിടെ ഒരുപാട് പേര് ആ വെള്ളച്ചാട്ടത്തിൻ്റെ താഴെ നിന്ന് കുളിക്കുന്നൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ അതിൻ്റെ സൈഡിൽ എന്തൊക്കെയോ പൂജകളൊക്കെ ചെയ്യലും അതിനുശേഷം നമ്മൾ ബലിയൊക്കെ ഇടാൻ ഇറങ്ങുന്ന പോലെ അവിടെ ഇറങ്ങി കുളിക്കലും അങ്ങനത്തെ എന്തൊക്കെയോ പരിപാടികളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും ഞങ്ങളിതാ സൈഡിൽ കൂടെ വെള്ളച്ചാട്ടത്തിൻ്റെ അങ്ങോട്ടേക്ക് പോവുകയാണ്. പിന്നെ ഇവിടെ കയറാനായിട്ട് പ്രത്യേക എൻട്രി ഫീ ഒന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ അത്ര വലിയ തിരക്കും ഉണ്ടായിരുന്നില്ല കേട്ടോ, ചെറിയ ക്യൂ ഉണ്ടായിരുന്നു. അങ്ങനെ നമ്മളിതാ വെള്ളച്ചാട്ടത്തിൻ്റെ താഴെ എത്തിയിട്ടുണ്ട്. നല്ല രസമാണ് ഇവിടെ നല്ല കാഴ്ച. വെള്ളച്ചാട്ടത്തിൻ്റെ താഴെ നിന്നിട്ടൊക്കെ കൈകൂപ്പി പിടിച്ചിട്ടൊക്കെ കുറച്ചൊരു കുളിക്കുന്നൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ഞങ്ങൾ പിന്നെ കുളിക്കാനൊന്നും ഉള്ള ഒരു ഇതിലല്ല പോയത്. അപ്പം താഴേക്ക് പോയി നിന്ന് കുറച്ച് നേരം നല്ല തണുപ്പൊക്കെയാണ്, അതൊക്കെ ഇങ്ങനെ ആസ്വദിച്ചു. പിന്നെ വെള്ളത്തിലൊക്കെ ഒന്ന് ഇറങ്ങി. പിന്നെ അവിടെ കുറച്ച് പേരൊക്കെ ഇങ്ങനെ പൂജകൾ ചെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ, ബലിതർപ്പണത്തിൻ്റെയൊക്കെ പോലത്തെ. അപ്പോൾ അതൊക്കെ ഒന്ന് ജസ്റ്റ് നോക്കി. പിന്നെ അധികം നേരം അവിടെ സ്പെൻഡ് ചെയ്തില്ല, കാരണം തിരുപ്പതിയിൽ എത്തിയിട്ട് ഇനി ദർശനത്തിന് എത്ര സമയം എടുക്കുന്നു അറിയില്ലല്ലോ. കപിലേശ്വര ക്ഷേത്രത്തിലും കൂടി കയറാമെന്ന് വിചാരിച്ചു. ഇതിനോട് തൊട്ട് ചേർന്നിട്ടുള്ള ക്ഷേത്രമാണ്. മഹാദേവനാണ് അവിടുത്തെ പ്രതിഷ്ഠ. കപിലമുനി സ്ഥാപിച്ചു എന്ന് കരുതപ്പെടുന്ന ക്ഷേത്രമാണ്. അപ്പം ഇത് കഴിഞ്ഞിട്ട് പിന്നെ അതിനകത്തേക്ക് കയറി. അപ്പോൾ അതിനകത്ത് ഫോണ് ക്യാമറകളൊന്നും ഉപയോഗിക്കാൻ പാടില്ലായിരുന്നു. അവിടെ വാങ്ങി വെക്കുന്നുണ്ടായിരുന്നില്ല. പക്ഷെ അതുകൊണ്ട് തന്നെ അതിനകത്തുള്ള ഫോട്ടോസും വീഡിയോസൊന്നും എടുക്കാൻ പറ്റിയിട്ടില്ല കേട്ടോ. അപ്പോൾ എന്തായാലും നല്ലൊരു അനുഭവമായിരുന്നു ഇത്. തിരുപ്പതി ദർശനത്തിന് പോകുന്നവർക്ക് എന്തായാലും പോകാൻ പറ്റിയൊരു സ്ഥലം തന്നെയാണിത്. തിരുപ്പതിയിൽ നിന്ന് തിരുമലയ്ക്ക് പോകുന്ന ആ റൂട്ടിൽ തന്നെയാണിത്. തിരുപ്പതിയിൽ നിന്നൊരു 3 കിലോമീറ്ററേ ഉള്ളൂ. ഇതായി കാണുന്ന സ്റ്റെപ്പില്ല, അതായിരുന്നു കപിലേശ്വര ക്ഷേത്രത്തിലേക്കുള്ള എൻട്രി. അപ്പോൾ ഇനി നമ്മൾ വേഗം തന്നെ തിരുപ്പതി ദർശനത്തിന് പോവുകയാണ്. അപ്പോൾ പോകുന്ന വഴിക്ക് മലയുടെ മുകളിൽ ക്ഷേത്രത്തിൻ്റെ രൂപം കാണാമായിരുന്നു കേട്ടോ. അത് ഒറിജിനൽ ക്ഷേത്രമല്ല, ജസ്റ്റ് മോഡൽ മാത്രമാണ്. പിന്നെ പോകുന്ന വഴിക്ക് നമ്മുടെ ടാക്സി ഡ്രൈവർ പറഞ്ഞിട്ട് നിർത്തിയൊരു സ്ഥലമാണിത്. അപ്പം ആ പോകുന്ന വഴിക്കുള്ള ഒരു പാറയായിരുന്നു കേട്ടോ. അപ്പോൾ അതിൻ്റെ ആ കല്ലിൽ ആ മുഖം സൂക്ഷിച്ച് നോക്കിയാൽ ശരിക്കും തിരുപ്പതി ഭഗവാന്റെ മുഖം പോലെ ഉണ്ടാവും, സൂക്ഷിച്ച് നോക്കിയാൽ മനസ്സിലാവും. അപ്പോൾ അത് അയാൾ പറഞ്ഞതെന്ന് വെച്ചാൽ അത് തിരുപ്പതി ഭഗവാനാണെന്ന രീതിയിൽ തന്നെ ഇവിടെ എല്ലാവരും പൂജിക്കുന്നതാണെന്ന്. അവിടെ തിരുപ്പതി ഭഗവാന്റെ ഫോട്ടോയും വിളക്കൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും അത് പുതിയൊരു അനുഭവമായിരുന്നു. ഇതിനു മുമ്പ് പോയപ്പോഴൊന്നും അത് ശ്രദ്ധിക്കപ്പെട്ടിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അങ്ങനെ നമ്മൾ രണ്ടാമത്തെ ദിവസം തിരുപ്പതിയിലേക്ക് എത്താനായിട്ടുണ്ട്. ഇപ്പോൾ ഏകദേശം ഒരു 11:30 മണിയൊക്കെ ആയിട്ടുണ്ട്. ഇപ്പോൾ എന്തായാലും പോകുന്ന വഴി എന്ന് പറയുന്നത് എപ്പോഴും സുന്ദരമായ കാഴ്ച തന്നെയാണ്. റോഡിൻ്റെ 2 വശത്ത് നല്ല പൂത്തെളിഞ്ഞ് നിൽക്കുന്ന മരങ്ങളും പുഷ്പങ്ങളും ഒക്കെ ആയിട്ട് നല്ല രസമുള്ള റോഡാണ്. നല്ല വൃത്തിയാണ് കേട്ടോ. TTD ദേവസ്വം ഒക്കെ നല്ല വൃത്തിക്കാണ് ഇവിടെ എല്ലാം പരിപാലിച്ചിട്ടുള്ളത്. അപ്പോൾ തിരുപ്പതിയിൽ ദർശനം ആഗ്രഹിക്കുന്നവർ മെയിനായിട്ട് ടിക്കറ്റിൻ്റെ കാര്യത്തിലാണ് ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത്. സാധാരണക്കാർക്കൊക്കെ ഏറ്റവും പറ്റുന്നത് പെട്ടെന്ന് തന്നെ 300 രൂപ ടിക്കറ്റ് ബുക്ക് ചെയ്യാനാണ്. അതാണെങ്കിൽ പക്ഷേ ഒരു 3 മാസം മുമ്പൊക്കെ മിക്കവാറും സ്ലോട്ടൊക്കെ ഫില്ലായി പോകും. അപ്പോൾ കുറച്ച് നേരത്തെ പ്ലാൻ ചെയ്യുന്നവരാണെങ്കിൽ TTD ദേവസ്വത്തിൻ്റെ സൈറ്റിൽ കയറിയിട്ട് 300 രൂപയുടെ ടിക്കറ്റ് ഒരു 3 മാസം മുന്നേ ഒക്കെ നേരത്തെ ബുക്ക് ചെയ്ത് വെക്കുകയാണെങ്കിൽ ദർശനമൊക്കെ എളുപ്പമാവും. പെട്ടെന്ന് തന്നെ വന്നാൽ അവർക്ക് വേണ്ടി പ്രത്യേകം ക്യൂ ഉണ്ട്. 2-3 മണിക്കൂറിനുള്ളിൽ തന്നെ ദർശനം കഴിയാം. നല്ല തിരക്കുള്ള ദിവസങ്ങളൊക്കെ ആണെങ്കിൽ 4-5 മണിക്കൂർ, അതിൽ കൂടുതലൊന്നും പോകില്ല. അതിന് സ്പെഷ്യൽ എൻട്രി ദർശനം എന്നാണ് പറയുക. പിന്നെയുള്ള സർവ്വദർശനമാണ്. സർവ്വദർശനം എന്ന് പറഞ്ഞാൽ ഫ്രീ ആണ്. അപ്പോൾ ഫ്രീ ടിക്കറ്റ് എന്ന് പറഞ്ഞാൽ ഓൺലൈൻ വഴി നമുക്ക് ബുക്ക് ചെയ്യാം. പക്ഷേ അതൊക്കെ ഇപ്പോൾ നമ്മൾ പെട്ടെന്ന് തന്നെ ഫില്ലായി പോകും. ഒരു 2-3 മാസം മുമ്പെങ്കിലും പ്ലാൻ ചെയ്യുന്ന യാത്രയാണെങ്കിൽ ഇതൊക്കെ നടക്കത്തുള്ളൂ. പെട്ടെന്ന് പ്ലാൻ ചെയ്യുന്ന യാത്രയാണെങ്കിൽ ഇതൊന്നും നടക്കും. അപ്പോൾ അങ്ങനെയുള്ളവർ ഇപ്പോൾ ഈ പറഞ്ഞ പോലെ നേരെ ക്ഷേത്രത്തിലേക്ക് വരിക. നേരെ ക്ഷേത്രത്തിലേക്ക് വന്നാൽ അവർക്ക് ഇവിടെ പ്രത്യേകം സർവ്വദർശൻ ക്യൂ ഉണ്ടാകും. ആ ക്യൂവിൽ കയറി നിന്നിട്ട് മുമ്പ് പറഞ്ഞില്ലേ അതുപോലെ ടിക്കറ്റ് എടുക്കുക. ടിക്കറ്റ് എടുക്കുമ്പോൾ ചിലപ്പോൾ നമുക്ക് അന്ന് തന്നെ ദർശനമുള്ള സ്ലോട്ടായിരിക്കും, പക്ഷേ ചിലപ്പോൾ പിറ്റേന്നായിരിക്കും. പിന്നെ നല്ല തിരക്കുള്ള ദിവസമാണെങ്കിൽ ചിലപ്പോൾ 2 ദിവസം കഴിഞ്ഞിട്ടുള്ളതായിരിക്കും. അപ്പോൾ അതിനനുസരിച്ച് കണക്ക് കൂട്ടിയിട്ട് വേണം വരാൻ. നല്ല തിരക്കുള്ള ദിവസം എന്ന് പറയുമ്പോൾ ക്ഷേത്രത്തിൽ ഉത്സവ സമയങ്ങളൊക്കെ ആയിരിക്കും. അല്ലാത്ത ദിവസങ്ങളിലൊക്കെ അത്ര തിരക്കുണ്ടാവില്ല. പിന്നെ നമ്മൾ വന്നത് ഇന്നലെ എന്ന് പറയുന്നത് വ്യാഴാഴ്ചയായിരുന്നു. വ്യാഴാഴ്ചകളും ഈ ക്ഷേത്രത്തിൽ വളരെ പ്രധാനപ്പെട്ട ദിവസമാണ്. ഭഗവാന്റെ നേത്ര ദർശനം എന്ന് പറഞ്ഞൊരു സ്പെഷ്യൽ ദർശനം കിട്ടുന്ന ദിവസമാണ്. തിരുപ്പതി ഭഗവാന്റെ ഫോട്ടോ കണ്ടിട്ടുള്ളവർക്ക് മനസ്സിലാവും, നെറ്റീൻ്റെ അവിടെ വലിയൊരു പൊട്ട്, അതാണ് അതിൻ്റെ പ്രത്യേകത. അപ്പം ഈ വ്യാഴാഴ്ച നേത്ര ദർശനത്തിൻ്റെ എന്നാൽ പൊട്ടിൻ്റെ വലിപ്പം കുറവായിരിക്കും. ഇപ്പോൾ ഭഗവാൻ കണ്ണ് മുഴുവനായി തുറന്ന് ഭക്തരെ നോക്കുന്ന ദിവസമാണെന്നാണ് പറയപ്പെടുന്നത്. അപ്പോൾ ആ ദിവസം നല്ല തിരക്കായിരിക്കും. ചിലപ്പോൾ അതുകൊണ്ടായിരിക്കും ഞങ്ങൾക്ക് ഇന്നലത്തെ ടിക്കറ്റിൽ ഇന്നത്തേക്കാണ് ദർശനം കിട്ടിയത്.
പിന്നെ പല പല ടിക്കറ്റുകളുണ്ട് കേട്ടോ, VIP ടിക്കറ്റുകൾ, പല പല സേവകൾ ബുക്ക് ചെയ്യുന്നത്. അതിനൊക്കെ റേറ്റ് കൂടുതലാണ്, അതൊക്കെ നോക്കിയിട്ട് ബുക്ക് ചെയ്യാം. ഇപ്പോൾ നമ്മളിപ്പം രണ്ടാമത് വരുന്നതുകൊണ്ട് റീ എൻട്രി എന്ന് പറഞ്ഞൊരു ഗേറ്റിലേക്കാണ് വരുന്നത്. അതുകൊണ്ട് അവിടെ റീ എൻട്രി എന്ന് എഴുതി വെച്ചിട്ടുണ്ട്. നമ്മൾ ഇന്നലെ ടിക്കറ്റ് എടുത്തിട്ട് ഇറങ്ങിയിട്ട് വീണ്ടും കയറാൻ വരുന്നതാണല്ലോ, അപ്പോൾ അതിന് വേണ്ടി സ്പെഷ്യൽ വേറൊരു എൻട്രിയാണ്. അപ്പോൾ അവിടെ വന്നു, കാറൊക്കെ നിർത്തി കഴിഞ്ഞിട്ട് നമുക്ക് പിന്നെ ചെരുപ്പൊക്കെ അവിടെ ഇട്ടു. ഫോണും ഒന്നും നമ്മൾ അകത്തേക്ക് കൊണ്ടുപോയിട്ടില്ല. പിന്നെ നമ്മൾ നേരെ കയറി. റീ എൻട്രി എന്ന് പറയുമ്പോൾ നമുക്ക് കയറി കഴിഞ്ഞാൽ പിന്നെ നെക്സ്റ്റ് പോകാനുള്ള കമ്പാർട്ട്മെൻറ്റ് ഏതാണോ അതിലേക്ക് കയറി 1 മണിക്കൂർ 2 മണിക്കൂറിനുള്ളിൽ തന്നെ ദർശനം കിട്ടി കേട്ടോ. പെട്ടെന്ന് തന്നെയായിരുന്നു. ദർശനം എല്ലാം കഴിഞ്ഞിട്ട് ഇറങ്ങി. എന്തായാലും നല്ല ദർശനം കിട്ടി. ഒരുപാട് തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല. നന്നായിട്ട് തൊഴാനൊക്കെ പറ്റി. വളരെ സന്തോഷമായി. ഇത് ഇറങ്ങിയിട്ട് പുറത്ത് കാണുന്ന കാഴ്ചയാണ്. അപ്പം നമ്മൾ ഇറങ്ങിയ ഉടനെ തന്നെ സന്ധ്യ ആരതിയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അവിടെ ക്ഷേത്രക്കുളത്തിലുള്ള ആരതിയും അതുപോലെ സന്ധ്യ ആരതിയൊക്കെ. അപ്പോൾ ആ സമയത്ത് എന്ന് പറഞ്ഞാൽ നമ്മൾ ഫോണ് എടുത്തിട്ടുണ്ടായിരുന്നില്ല. ക്ഷേത്രത്തിൽ നിന്ന് ഇറങ്ങിയ ഉടനെ ആയിരുന്നു. അതുകൊണ്ട് അതൊക്കെ മിസ്സായി വീഡിയോ ഷൂട്ട് ചെയ്യാനായിട്ട്. അത് കഴിഞ്ഞ് പോയി ഫോൺ എടുത്തിട്ട് വന്നതിന് ശേഷമാണ് ഈ പൂജയൊക്കെ ഇപ്പോൾ കണ്ടത്. പിന്നെ അത് ആ ക്ഷേത്രത്തിനോട് ചേർന്നുള്ള പുഷ്കരണി എന്ന് പറഞ്ഞാൽ ക്ഷേത്രക്കുളമൊക്കെ എത്തോണ്ട് കാണാൻ പറ്റി. കഴിഞ്ഞ വന്നപ്പോൾ അതൊന്നും കണ്ടില്ലായിരുന്നു. പുഷ്കരണി എന്ന് പറയുന്ന ഈ ഭഗവാന്റെ തീർത്ഥക്കുളം പുരാണങ്ങളിലൊക്കെ പ്രസിദ്ധമാണ്. കാരണം ഈ തിരുപ്പതി വെങ്കടേശ്വര ക്ഷേത്രം വരുന്നതിന് മുമ്പ് ഈ തിരുമലയിൽ ഒരു ക്ഷേത്രം ഉണ്ടായിരുന്നു. അപ്പോൾ പുരാണങ്ങളിലൊക്കെ ആ ക്ഷേത്രത്തെപ്പറ്റി പ്രതിപാദിക്കുന്നുണ്ട്. ഭഗവാൻ മഹാവിഷ്ണുവിൻ്റെ 3ാമത്തെ അവതാരമായ വരാഹമൂർത്തി ഹിരണ്യാക്ഷനെ നിഗ്രഹിച്ച ശേഷം തൻ്റെ വാഹനമായ ഗരുഡൻ്റെ പുറത്തേറി തിരുമലയിലെ ഈ ക്ഷേത്രക്കുളത്തിലെ പടിഞ്ഞാറേക്കരയിൽ വന്നിരുന്ന് കിഴക്കോട്ട് ദർശനമായി കുടികൊണ്ടുവന്നാണ് വിശ്വാസം. തുടർന്ന് വരാഹമൂർത്തിക്ക് അവിടെ ഒരു ക്ഷേത്രം ഉയർന്നു വന്നു. ക്ഷേത്രത്തെ പറ്റിയൊക്കെ പുരാണങ്ങളിലൊക്കെ പരാമർശമുണ്ട്. പിന്നീട് ഏറെ കാലത്തിന് ശേഷമാണ് മഹാവിഷ്ണുവിൻ്റെ തന്നെ മറ്റൊരു അവതാരമായ വെങ്കടേശ്വര സ്വാമി ഇവിടെ എത്തുന്നതും തുടർന്ന് തിരുപ്പതി വെങ്കടേശ്വര ക്ഷേത്രത്തോട് ഉയർന്നു വരികയും ചെയ്തത്. എന്തായാലും ഈ ക്ഷേത്രക്കുളത്തിൽ കുളിക്കുന്നതൊക്കെ പരമപവിത്രമായിട്ട് തന്നെയാണ് കരുതുന്നത്. പിന്നെ ഞങ്ങൾ തിരുപ്പതി ദർശനം കഴിഞ്ഞ് ഇറങ്ങിയ ഉടനെ സന്ധ്യ ആരതി നടക്കുന്നുണ്ടായിരുന്നു. അതൊക്കെ ഈ ക്ഷേത്രക്കുളത്തിൻ്റെ കരയിലാണ് നടന്നത്. ഗംഗാ ആരതിയൊക്കെ നമ്മൾ പറഞ്ഞിട്ടില്ലേ ടിവിയിൽ, അതുപോലെ അതൊന്നും പക്ഷേ വീഡിയോ എടുക്കാൻ പറ്റിയിട്ടുണ്ടായില്ല. കാരണം ഫോണൊന്നും ആ സമയത്ത് കയ്യിലെടുത്തിട്ടുണ്ടായിരുന്നില്ല. അതിനുശേഷം പിന്നെ കൂടെയുള്ളവർ ലഡു വാങ്ങാനായിട്ട് പോയിട്ട് നമുക്ക് ക്ഷേത്രത്തിൽ നിന്ന് ഇറങ്ങുമ്പോൾ ഒരു പ്രസാദം തരും, ഒരു പായസം പോലത്തെ. അതിനുശേഷം നമുക്ക് തിരുപ്പതിയിൽ ഏറ്റവും പ്രസിദ്ധമായ ലഡു വാങ്ങണം. അപ്പോൾ ഓരോ ദർശന ടിക്കറ്റിനും ഒരു ലഡു വീതം ഫ്രീ ഉണ്ട്. പിന്നെ നമുക്ക് എക്സ്ട്രാ ലഡു വേണമെങ്കിൽ നമ്മൾ പൈസ കൊടുത്തിട്ട് വാങ്ങണം. അതിനുശേഷം അവിടേക്ക് ഇങ്ങനെ കറങ്ങി കിടന്നപ്പോൾ കണ്ട ഒരു ഡാൻസാണ് കേട്ടോ. തിരുപ്പതി ക്ഷേത്രത്തിന് നേരെ മുമ്പിൽ തന്നെയുള്ള ഹനുമാൻ ക്ഷേത്രത്തിൻ്റെ പരിസരത്തായിരുന്നു ഈ ഡാൻസ് നടന്നത്. അപ്പം ഇത് കഴിഞ്ഞ ഉടനെ എല്ലാവരും ഹനുമാൻ ക്ഷേത്രത്തിലും ദർശനം നടത്തുന്നുണ്ട്. അവിടെ നിന്നുള്ള തിരുപ്പതി ക്ഷേത്രത്തിൻ്റെ വ്യൂ കാണാൻ തന്നെ ഭംഗിയാണ്. പിന്നെ അവിടെ എല്ലാവരും നാളികേരം ഉടയ്ക്കുന്ന വഴിപാടും അതുപോലെ ഒരു ദീപം ഇങ്ങനെ ചുറ്റിക്കുന്ന വഴിപാടൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ എന്തായാലും തിരുപ്പതി ഭഗവാൻ ദർശനമൊക്കെ ഭംഗിയായി കഴിഞ്ഞു. ഈ കാണുന്നില്ല സ്വർണ്ണ നിറത്തിലുള്ള ഗോപുരം, അതാണ് ശരിക്കും ക്ഷേത്രത്തിലെ ശ്രീകോവിലിൻ്റെ മുകൾ ഭാഗം. ഐശ്വര്യത്തിനും മോക്ഷപ്രാപ്തിക്കുമായി ഇന്ത്യയിലെമ്പാടും നിന്നും ധാരാളം ഹിന്ദുമത വിശ്വാസികൾ ഈ ക്ഷേത്രത്തിൽ ദർശനം നടത്തുന്നുണ്ട്. പ്രധാനമായിട്ടും എടുത്ത വഴിപാടുകൾ എന്ന് പറയുന്നത് തല മുണ്ടനം ചെയ്യുക, അതുപോലെ പണം കാണിക്ക അർപ്പിക്കുക എന്നിവയാണ്. പണം ഭഗവാന് കാണിക്ക അർപ്പിക്കുന്നത് തിരുമല വെങ്കടേശ്വര ക്ഷേത്രത്തെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട വഴിപാടാണ്. ഇത് കണ്ടില്ലേ, ശ്രീവരി ഹുണ്ടി എന്ന് പറയുന്ന ഇതുപോലത്തെ ഒരു കാണിക്ക സഞ്ചിയിലാണ് നമ്മൾ പണം കാണിക്ക അർപ്പിക്കുന്നത്. മഹാവിഷ്ണു തിരുമല വെങ്കടേശ്വര ഭഗവാനായിട്ട് അവതരിച്ച സമയത്ത് കുബേരനിൽ നിന്നും പണം കടം വാങ്ങേണ്ടി വന്നു. അപ്പോൾ ഭക്തർ ആ ഭഗവാന്റെ കടം വീട്ടാനായിട്ടാണ് പണം കാണിക്ക അർപ്പിക്കുന്നതെന്നാണ് വിശ്വാസം. അപ്പോൾ അങ്ങനെ പണം കാണിക്ക അർപ്പിക്കുന്ന ഭക്തർക്ക് എല്ലാവിധ ഐശ്വര്യങ്ങളും പ്രദാനം ചെയ്യുമെന്ന് ലക്ഷ്മി ദേവി ഭഗവാന് വാക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതാണ് അതിൻ്റെ പിന്നിലുള്ള ഐതിഹ്യം. പിന്നെ ഞങ്ങൾ തിരിച്ചു പോവാണ്. കണ്ടില്ലേ, പോകുന്ന വഴിക്ക് റോഡിൽ നിന്ന് കണ്ട തിരുപ്പതി പട്ടണത്തിൻ്റെ കാഴ്ചയാണ് കേട്ടോ. നല്ല രസമുണ്ട് കാണാൻ, ലൈറ്റൊക്കെ ഇട്ടിട്ട്. അപ്പോൾ അങ്ങനെ ദർശനമൊക്കെ പൂർത്തിയാക്കി നമ്മൾ തിരിച്ചു പോവാണ്.
ഇനിയിപ്പം തിരുപ്പതിയിലെത്തി അവിടെ നിന്ന് ഫുഡെല്ലാം കഴിച്ചിട്ട് ഇന്ന് രാത്രി തന്നെ കാളഹസ്തിക്ക് പോകാനാണ് തീരുമാനിച്ചിട്ടുള്ളത്. ഇവിടെ നിന്നൊരു 40 കിലോമീറ്ററാണ് കാളഹസ്തിയിലേക്കുള്ളത്. അപ്പോൾ കാളഹസ്തി യാത്രയുടെ വിശേഷങ്ങളൊക്കെ മറ്റൊരു വീഡിയോയിൽ നിങ്ങളെ പങ്കുവെക്കാമെന്ന് വിചാരിക്കുന്നു. കാരണം ഇപ്പോൾ തന്നെ ഒരുപാട് ലെങ്തി ആയിട്ടുള്ള വീഡിയോ ആയി. ഇത് കണ്ടില്ലേ, PS4 റെസ്റ്റോറൻറ്റ് എന്ന് പറഞ്ഞിട്ട് റെസ്റ്റോറൻറ്റ് തിരുപ്പതിയിലെ ഏറ്റവും ഫേമസ് വെജ് റെസ്റ്റോറൻ്റ് ആണെന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങൾ അവിടേക്ക് ഒന്ന് കയറാമെന്ന് വിചാരിച്ചിട്ട് കയറിയതാണ്. രാത്രി ഫുഡ് അവിടെ നിന്നൊക്കെ കഴിച്ചത് നല്ലതായിരുന്നു. അപ്പോൾ എന്തായാലും ഇനിയിപ്പം കാളഹസ്തി ക്ഷേത്രത്തിലേക്കാണ് പോകുന്നത്. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെ അടുത്ത വീഡിയോയിൽ പങ്കുവയ്ക്കാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ബൈ.